നല്ല രാവിലേക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനിയൊരു പ്രസംഗിക്കണോ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. കർത്തൃദാസനോട് ആവോളം മുന്നോട്ട് പോകാനായിട്ട് പറഞ്ഞു. അദ്ദേഹം നിയോഗത്തോടെ അദ്ദേഹത്തിൻ്റെ ദൈവം കൊടുത്ത ആലോചനകളെ നമ്മുടെ നടുവിൽ പ്രസ്താവിപ്പാൻ ദൈവമിടയാക്കി. കർത്താവ് നമ്മോട് പറഞ്ഞ എല്ലാ ദൂതുകളും ഒന്നേറ്റെടുത്ത കരമുയർത്തി ഒരാമീൻ പറഞ്ഞ്, നിങ്ങൾ ആ ദൂതുകൾക്കെല്ലാം ഒരാമീൻ പറഞ്ഞ്. ഈ ഹല്ലേലൂയ പറയുന്നതും ആമീൻ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആമീൻ പറഞ്ഞാൽ അത് നടക്കുമെന്നാണ്. നമ്മൾ സെക്യൂരിറ്റിയെ നിർത്തും, 1000 10,000 ആവും. നമ്മൾ സ്ഥലം വാങ്ങിക്കും. ഞാൻ അത്രേ കേട്ടുള്ളൂ. കേട്ടതിനെല്ലാം ഞാൻ അങ്ങ് ആമീൻ പറഞ്ഞു. ഈ സെക്യൂരിറ്റി നിർത്തണമെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ യൂണിഫോമൊക്കെ ഇട്ട് ഇഷ്ടം പോലെ സെക്യൂരിറ്റി നിൽക്കുന്നത് കേട്ടോ. 2 വർഷം പുറകിലാണ്. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച ദൈവമേ, അത് ഞാൻ ആരോടും പറഞ്ഞില്ല, എൻ്റെ മനസ്സിലേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞ കർത്താവേ, ഞങ്ങൾക്ക് ഇതുപോലെ 100 കണക്കിന് സെക്യൂരിറ്റിമാർ വേണം. ഈ പറയുന്നതിന് ടാക്സ് കൊടുക്കണ്ടല്ലോ. പറഞ്ഞ നമ്മുടെ കുഞ്ഞു വാചകം പോലും അറിയാവുന്നൊരു നല്ല ദൈവം. കർത്തൃദാസനെ ഓർക്കുന്നു. ഇന്ന് രാവിലെ മുഖതാവിൽ കാണാൻ ദൈവം തന്ന ഭാഗ്യത്തിന്, ദൈവത്തിൻ്റെ കൃപകൾക്ക് എല്ലാറ്റിനുമായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അനുഗ്രഹീതമായ ആരാധനകൾ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നു. ഇന്നലെ രാവിലെ നമ്മുടെ എറണാകുളത്തെ മീറ്റിംഗ് ചരിത്രത്തിൽ ആദ്യമായി ആ ഹോള് നിറയെ ദൈവം ആളുകളെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ അതിശയങ്ങൾ കണ്ടുകൊണ്ട് കാണാൻ ദൈവമിടയാക്കി. അസാധാരണ രോഗസൗഖ്യങ്ങൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഒക്കെ ജീവിതത്തിൽ കാണാൻ ദൈവം സഹായിച്ച കരുണകൾക്ക്, ദൈവപ്രവൃത്തികൾക്ക് നന്ദി. അവിടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർക്ക് എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ച നമുക്ക് കട്ടപ്പനയിൽ വെച്ച് മീറ്റിംഗ് ഉണ്ട്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. അതുപോലെ നമ്മുടെ അനുഗ്രഹീതമായ ബൈബിൾ കോളേജ് ഇവിടെ വെച്ച് നടക്കുന്നു. പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ജോലിയാ എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട, നിങ്ങൾക്ക് ഓൺലൈനിൽ പഠിക്കാം. സൂമിലൂടെ നമ്മുടെ മീറ്റിംഗ് ലൈവായിട്ടുണ്ട്. ഇവിടെ സെമസ്റ്റർ ബേസിലാണ്, 4 സെമസ്റ്ററാണ്. പ്രായപരിധിയൊന്നുമില്ല. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ആശയമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ബൈബിൾ കോളേജിൽ ചേരാവുന്നതാണ്. അതിന് കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ വിവാഹം നടന്നു. വിവാഹിതരായ കുഞ്ഞുങ്ങൾ ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നു. അവരെ വിശേഷൽ ഓർക്കുന്നു. പ്രിയപ്പെട്ട ബിൻസ്, പ്രിയപ്പെട്ട ലിബിയ മോനെ എഴുന്നിട്ട് തന്നെ നിങ്ങൾ സ്റ്റേജിലോട്ട് വന്ന 2 പേരും ചർച്ച ഒരു സുന്ദര ക്ലാപ്പ് അവർക്ക് കൊടുത്ത്. ഞാൻ അവരുടെ 2 പേരുടെ സ്നേഹത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ അവിടെ എഴുന്നേറ്റ് നിന്ന് അവളെ നോക്കി, അവളോട് വന്നിട്ടേ പോകത്തുള്ളൂ, അത് എന്നും കാണണം. ഒരാമയും പറഞ്ഞത് ഇന്ന് പോരാ, എന്നും കാണണം. അവൻ എന്നോട് അവിടെ വെച്ച് പറഞ്ഞു, അച്ഛാ പിന്നെ അവനവിടെ ചെന്ന് നിന്ന് നോക്കിയിട്ട് അവൾ വരണം. ഭയങ്കര ആശയമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഒരു 30 വർഷം കഴിഞ്ഞ് നിങ്ങൾ നോക്കട്ടെ അങ്ങനെ ഉണ്ട്. നിങ്ങൾ വിട്ടുന്നില്ല. അവർ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കാനായിട്ട് കർത്താവ് ഇടയാക്കി. പുതിയ ദമ്പതികൾ അത് ഓൺലൈനിലൂടെ വീക്ഷിച്ചവരുണ്ട്. നിങ്ങളെല്ലാവരെയും ഓർക്കുന്നു. എല്ലാം അവിടെ 1-2 കർത്തൃദാസന്മാർ എന്നോട് പറഞ്ഞു, അതിനകത്ത് നിറഞ്ഞൊരു ദൈവ സാന്നിധ്യമുണ്ട്. അത് അമ്മയുടെ പ്രാർത്ഥനയാണ്, ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, എത്ര മനോഹരമാണെങ്കിലും യേശു ഇല്ലെങ്കിൽ അത് ശൂന്യമാണ്. യേശു ഉള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരുടെ കുടുംബജീവിതം യോജിപ്പിക്കപ്പെടാൻ കർത്താവ് ഇടയാക്കി. മക്കളെ, സന്തോഷത്തോടെ എവിടെ നിങ്ങളെ ദൈവമാക്കിയാലും വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിന് ഒരു കാര്യമുണ്ട്. നിങ്ങൾ 2 പേരും കൂടെ അന്ന് 2 കാറേ വന്നു. എനിക്കതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അന്ന് എന്നെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയുണ്ട്. അല്ല, ഞാൻ 4 കാര്യം എന്ന് പറഞ്ഞേ. 2 കാറിൽ നിന്ന് വന്ന് ഒറ്റ കാറെ കയറിയാൽ തിരിച്ചു പോയേ. ഒറ്റ കാറിൽ ജീവിതത്തിനകത്ത് 2 സ്ഥലത്തു നിന്ന് വന്ന് ഒറ്റ സ്ഥലത്തേക്ക് പോയി. ഇനി ഒരു കാര്യമുണ്ട്, ഈ 2 സ്ഥലത്തെ ആളുകൾ നിങ്ങളുടെയാണ്. ഒരാമയും പറഞ്ഞില്ല. അതായത് ഇവൻ്റെ അപ്പൻ, ഇവൻ്റെ അമ്മ, ഇവൻ്റെ സഹോദരി, ഇവൻ്റെ ബന്ധുക്കൾ. അവിടെ അമ്മ, അവിടെ അപ്പൻ, അവിടെ സഹോദരങ്ങൾ, അവിടെ ബന്ധുക്കൾ. ഇനിയും നിങ്ങൾ മേലാൽ കഴിഞ്ഞ ദിവസം ഒരുത്തൻ KSRTC ബസ്സിൽ കയറി. അപ്പം കല്യാണം കഴിച്ചിട്ട് 3 ദിവസമായിട്ടുള്ളൂ. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പം അവൻ പറഞ്ഞു, സാറേ 1 ടിക്കറ്റ്. ഇതാരാന്ന് ഭാര്യ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് 2 ടിക്കറ്റ് വേണം. പുള്ളി പറഞ്ഞ്, അച്ഛൻ പറഞ്ഞത് മേലെ 2 അല്ല 1 ആകുന്നു. അതാണ് KSRTC കയറി 2 ടിക്കറ്റ് എടുത്തപ്പോൾ. മറ്റേ മക്കളെ, നിങ്ങൾ 2 അല്ല 1 ആകുന്നു. എല്ലാത്തിലും ഒരേ അഭിപ്രായത്തോടെ. നമുക്ക് എല്ലാ അഭിപ്രായമൊന്നും യോജിക്കാൻ പറ്റില്ല. മക്കളെ, ഒരു കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകുന്ന സുഖ, പക്ഷേ വഴക്ക് നീണ്ടു പോവല്ല. സന്ധ്യയാകുമ്പോൾ വഴക്ക് നിർത്തിയേക്കണം.
അല്ലേ? വഴക്കുണ്ടാവാത്ത കുടുംബങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, എല്ലാ വീട്ടിലും വഴക്കുണ്ട്. പക്ഷേ സന്ധ്യ ആകുമ്പോഴത്തേക്ക് വഴക്ക് നിർത്തിയേക്കണം. സന്ധ്യയ്ക്ക് സന്ധ്യപ്രാർത്ഥന വേണം. യാമപ്രാർത്ഥന. ഞാൻ യാമങ്ങളെക്കുറിച്ചായിരിക്കും വിശദീകരണം നേരം പറയുന്നത്. ആ സമയത്ത് ഉറപ്പായിട്ടും യാമപ്രാർത്ഥന വേണം. ആ രൂപത്തിൽ സന്തോഷത്തോടെ പോകുക. ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഐ ബ്ലസ് യു. ചച്ചൊരു സുന്ദരം ക്ലാപ്പ് അവർക്ക് കൊടുത്താട്ടെ. മക്കളെ പോയിരുന്നാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒത്തിരി ആത്മാർത്ഥമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ ഞെറുക്കെടുപ്പ് നടത്തിയപ്പോൾ ഒരു ചെറിയ ക്ഷമാപണം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. നമ്മൾ വിളിച്ച മകേഷ് മാറിപ്പോയി. വേറെ മകേഷ് ആയിരുന്നു. ഇത് മകേഷ് ഇൻഷ്യൽ വേറെ. എന്താ ഫുൾ നെയിം എന്തോ? മുത്തയ്യ. മകേഷ് മുത്തയ്യ. എം എന്നല്ല. ഇരിക്കും വെളിവില്ല. മകേഷ് മുത്തയ്യ അങ്ങനെയായിരുന്നു. അങ്ങനെ അങ്ങ് വിളിച്ചായിരുന്നെങ്കിൽ അദ്ദേഹം വരില്ല. നിങ്ങളോടൊരു ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ഞാൻ മകേഷ് മുത്തയ്യെ മുന്നോട്ട് വിളിക്കുന്നു. മകേഷ് ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മകേഷിന് സുന്ദരം ക്ലാപ്പ് ചർച്ച കൊടുക്കുക. മകേഷ് മുത്തയ്യ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് 12 വർഷം മുൻപ് എലോഹീമിൻ്റെ കൂടെ കൂടിയ ആളാണ്. 12 വർഷമായിട്ട് എലോഹീമിൻ്റെ കൂടെ കൂടിയാണ്. നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഒറ്റപ്പെടലും ഒത്തിരി പ്രതിസന്ധിയും ഒക്കെ ജീവിതത്തിനകത്തുണ്ടായിരുന്നപ്പോൾ എലോഹീം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. ഒന്നുമില്ലായ്മയിൽ എലോഹീമി കയറിയാണ്. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു കോൺട്രാക്ടറാണ്. ദൈവം തന്നെ ആദരിച്ചു. തനിക്ക് വാഹനങ്ങൾ കൊടുത്തു. തന്നെ അദ്ദേഹത്തിന് 1 രൂപ പോലും അരി വാങ്ങിക്കാനില്ലാത്തപ്പോഴും കൃത്യമായിട്ട് ദശാംശം കൊണ്ടുതരും. ദൈവരാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും. അദ്ദേഹത്തിന് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നത് മറ്റൊന്നുമല്ല. അദ്ദേഹം നമ്മുടെ ഓൾഡ് ഏജ് ഹോമിന് വേണ്ടി എല്ലാ മാസവും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു കാര്യം അദ്ദേഹം ചെയ്യും. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിന് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഒരുമിച്ച് അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോകുകയാണ്. സഭയൊരു സുന്ദരം ക്ലാപ്പൊന്ന് കൊടുത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമ്മുടെ പാസ്റ്റർമാർ 2 പേരും ഒന്ന് മുന്നോട്ട് വന്നേ. സുരേഷ് പാസ്റ്റർ, അഡോൺ മുന്നോട്ട് വന്നേ. ഷാലും കൂടെ മുന്നോട്ട് വന്നേ. വാ. അഡോണിൻ്റെ കൈ കൊണ്ട് അങ്ങോട്ട് കൊടുക്കാൻ പോയി. അഡ്രി എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങളെയൊക്കെ വിളിച്ച് അഡോണെ മാത്രം വിളിക്കുന്നുണ്ട്, ഡാഡിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് വേണ്ട അങ്ങോട്ട് കയറി നിൽക്കും. ശരി, നമ്മൾ ഒരുമിച്ച് അദ്ദേഹത്തിന് ഈ ഗിഫ്റ്റ്. മോനെ, നീ ഇന്ന് രാവിലെ 100 കിലോ അരി കൊണ്ടുവന്നാണ് എന്നെ 100 കിലോ അല്ലേ ഐസക്കച്ച? 100 കിലോ അരി കൊണ്ടുവന്നാണ് എന്നെ ഐസക്കച്ച വിളിച്ച് പറഞ്ഞ്. കുത്തരിയല്ലയോ? കുത്തിരിയെ വാങ്ങിച്ചുകൊണ്ട് വരാമോ? അവിടെ അവർ വെള്ളയരി കഴിക്കുകയല്ല. നിന്നെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കും കേട്ടോ. നീ ഇല്ലായ്മയിൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഇവൻ്റെ സാക്ഷ്യം കേട്ടാൽ ഞെട്ടിപ്പോവും. ഒരു ദിവസം ഞങ്ങൾ പറയും. ഒന്ന് പറഞ്ഞോട്ടെ ഒരു കാര്യം. ജയിലിൽ പോയ കാര്യം വേണ്ട, പിന്നെ പറയും. അത് പിന്നെ പറയും ഞങ്ങൾ. അത്രയ്ക്ക് അതിഭയാനകമായൊരു പ്രതിസന്ധിയില്ല ആളിവിടെ എത്തിയത്. പക്ഷേ യേശു നടത്തി. യേശു വിശ്വസ്തൻ. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല. ശരി, കർത്തൃദാസന്മാരെല്ലാം കൂടെ പിടിച്ച് ഒരു ചേർത്ത് സഭ ഒരു സുന്ദരം ക്ലാപ്പ് കൊടുത്തേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലസ് യു. മോനെ, നിന്നെ ദൈവം ആദരിക്കും, നിനക്ക് നന്മകൾ തരും. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുക. ഐ ബ്ലസ് യു. ഞങ്ങളുടെ പ്രാർത്ഥന നിന്നോട് കൂടെ ഉണ്ട്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. പോയിരുന്നാട്ടെ, നിങ്ങളിരുന്നാട്ടെ. താങ്ക് യു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സ്നേഹത്തണലിന് വേണ്ടി കൊടുക്കാൻ ഒരു പ്രചോദനമാകാൻ വേണ്ടി. അവിടെ മുടിയില്ലാത്തൊരു അച്ഛൻ ഇരിപ്പുണ്ട്. മുടിയില്ലാത്തൊരു അച്ഛനും മുടിയുള്ളൊരു അമ്മാമ്മയും അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ അവരുടെ കയ്യിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്ന എത്ര സിസ്റ്റമാറ്റിക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സി എടുത്ത് വിട്ടപ്പം സി എന്നോട് പറഞ്ഞു കേട്ടോ, അതിശോക്തിയല്ല. സി എന്നോട് പറഞ്ഞു, അദ്ദേഹം ഇന്ത്യൻ റെയിൽവേ ജോലി ചെയ്താണെന്നറിയാം. എത്ര സിസ്റ്റമാറ്റിക്കാണ് കാര്യങ്ങൾ. എന്നെ എടുത്ത എൻ്റെ പാസ്റ്ററെ, എന്നെ ഇടപാട്, എന്നെ ആത്മാർത്ഥതയാ. അച്ഛാ, മരിക്കുന്നവരെ കാണണം കേട്ടോ. കൈപൊക്കി ഒരു ആമീൻ പറഞ്ഞുതരാം. ഇരുന്നേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി. ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസിലി ആൻറ്റി ഇവിടെ വന്നിട്ടുണ്ട്. ആൻറ്റിയെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ആൻറ്റി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? സിസിലി ആൻറ്റിക്ക് ചർച്ച ഒരു സുന്ദരം ക്ലാപ്പ് കൊടുത്തേ. എൻ്റെ അമ്മയെപ്പോലെ, എൻ്റെ സഹോദരിയെപ്പോലെ, എൻ്റെ കൂടപ്പറപ്പ് പോലെ എനിക്ക് സ്നേഹമുള്ള ഒരു വാത്സല്യ കുടുംബമാണ്. എന്നെക്കുറിച്ച് അമേരിക്കയിൽ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്ന ആൻറ്റിയാ. അമേരിക്കയിൽ കാണുന്ന എല്ലാ ആളുകളോടും ആൻറ്റി അവിടുത്തെ സിറ്റിസണാണ്. ഒത്തിരി വർഷങ്ങളായിട്ട് അവിടെ തന്നെ ഉണ്ട്. ആൻറ്റിയുടെ ഒരു മകന് ഞാനും മാത്യു പാസ്റ്റും എല്ലാം കൂടി ഞങ്ങൾ ഒരു ദിവസം ഇവരുടെ കൂടെ ഒന്ന് യാത്ര ചെയ്തിരുന്നു. ഒത്തിരി സ്നേഹമുള്ള കുടുംബം. നമ്മുടെ ഈ ആരാധനയ്ക്ക് വേണ്ടി ആ രാജ്യത്തൊന്ന് ഓടി വന്നതാണ് ആൻറ്റി. കർത്താവ് അനുഗ്രഹിക്കും. എലോഹീമിന് വേണ്ടി, സ്നേഹത്തണലിന് വേണ്ടി ചെയ്യുന്ന എല്ലാത്തിനും ദൈവം പ്രതിഫലം തരും. ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. മക്കളെ
ആദരിക്കട്ടെ എന്ന് സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചർച്ചൊരു സുന്ദരം ക്ലാപ്പ് കൊടുത്താട്ടെ. എല്ലാത്തിനും ദൈവം പ്രതിഫലം തരട്ടെ. ഞങ്ങളുടെ കൂടെ പറപ്പ് പോലെ ഞങ്ങളോട് കൂടെ കഴിയുന്ന, ഞങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്ന ആ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. 3 കുഞ്ഞുങ്ങൾ, അവർ 2 പേർ കുടുംബസ്ഥരായി. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഇരുന്നാട്ടെ ആൻറ്റി, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകൾ ഞങ്ങളോട് ചേർന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ഓർക്കുകയാണ്. ഒത്തിരി ഞങ്ങളെ സഹായിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ എല്ലാം സഹായത്തിനായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. 1-2 കാര്യങ്ങൾ അറിയിപ്പായിട്ട് ഓർപ്പിക്കുന്നു. നമുക്ക് ഓൾഡ് ഏജ് ഹോമിലേക്ക് 1-2 സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. 1-2 സ്റ്റാഫുകളുടെ അടിയന്തരമായിട്ട് അവിടെ വേണം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കാര്യം കൂടെ നമുക്ക് 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. 100 പേരെയും കൂടെ നമ്മൾ അറിയാതെ തന്നെ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. ഇന്നലെ ഷാരോനിൽ ഒരു പാസ്റ്ററിനെ വിളിച്ചു. ഓൾഡ് ഏജ് ഹോമിലെ നമ്പർ കിട്ടുന്നില്ല. ഒരു അമ്മച്ചിയെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു, പാസ്റ്റർ കൊണ്ടുവരാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ബാംഗ്ലൂരിൽ ഞങ്ങളുടെ മകൻ്റെ ഇംഗ്ലീഷ് കേട്ട് ഞങ്ങളുടെ അവിടുത്തെ ആൾക്കാരൊക്കെ ഞെട്ടിയിരിക്കുക. എന്നോട് അദ്ദേഹം ബിടെക്കുകാരനാണ്, മിടുമിടുക്കനായിട്ടുള്ള ആൾ. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ചർച്ച് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാവിലെ നമ്മെ ശുശ്രൂഷ കർത്തൃദാസന്മാർക്ക് എല്ലാറ്റിനുമായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ഇന്ന് വൈകിട്ടൂടെ നമ്മുടെ വെൺമണി ക്രൂസൈഡുണ്ട്. പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ വന്നാൽ നിങ്ങളെ ടെമ്പോ ട്രാവലിൽ കൊണ്ടുപോകും. വൈകിട്ട് 6:15 മണിയാകുമ്പോൾ ഇവിടുന്ന് ടെമ്പോ ട്രാവൽ എടുക്കുന്നതാണ്. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ആ കാര്യത്തിന് വേണ്ടി വരാം, അതിൽ പങ്കെടുക്കാം. ഇന്ന് വൈകിട്ട് വെൺമണി ക്രൂസൈഡ് അവസാനിക്കുകയാണ്. ഇന്ന് വൈകിട്ടൂടെ മീറ്റിംഗ് ഉണ്ട്. വരുന്നവർക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഏറെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാദേശിക മീറ്റിങ്ങുകളെല്ലാം അതാത് സ്ഥലങ്ങളിൽ നടക്കുന്നു. നിങ്ങൾ വിശേഷാൽ ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചർച്ച് അവിടെ ഏറ്റവും അനുഗ്രഹമായി മുന്നോട്ട് പോകുന്നു. ഒരു കർത്തൃദാസനും കുടുംബവുമായി നമ്മുടെ കൂടെ ആ രാജ്യത്ത് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നു. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വാക്യം വായിച്ച് ഒരു 10 മിനിറ്റ് സന്ദേശം തന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തയ്ക്ക് ആധാരമായി. 25, 26 വാക്യങ്ങളാണ് നമ്മൾ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാൻ തുടങ്ങുന്നത്. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അന്നും ചെയ്യല്ലേ അവിടെ കയറി ഫാൻ അതിൻ്റെ ഇടയ്ക്ക് കയറി ഒന്നും ചെയ്താൽ ഏതൊക്കെയാ ഓഫൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ശരി ഒന്നുകൂടെ വായിച്ചു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവേൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ളൊരു ഉറപ്പെന്നാന്ന് ചോദിച്ചാൽ ഒത്തിരി ബൈബിൾ കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്. ഒരുപാട് പേരുണ്ട്. ഒത്തിരി സ്റ്റുഡൻസ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിലത്തെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് വിളിച്ച്, നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നവരൊക്കെ എടാ കേൾക്കുന്നില്ലേ, ഒരു ഭൂതത്തിൻ്റെ കാര്യം പറയുവാണ് കേട്ടോ. ശരി, എന്നെ നോക്കിയോ. അതാണ്ട് നമ്മൾ തുടരുകയാണേ. എനിക്ക് അത്യാവശ്യം ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് നിങ്ങൾ മറുപടി തരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബൈബിൾ കോളേജിൽ ഏകദേശം ഒരു 65-70 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഓൺലൈനിൽ നിരവധി ആളുകൾ പഠിക്കുന്നുണ്ട്. അപ്പം നിശ്ചയമായിട്ടും നിങ്ങൾ യാമം ക്ലാസ് എടുക്കുന്ന സാറുമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയും എന്നെനിക്കൊരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ ആ വാക്യം ഒന്നുകൂടെ വായിച്ച് വളരെ ഫാസ്റ്റായിട്ട് തുടരുകയാണ്. വായിച്ചോ മോളെ. രാത്രിയിലെ 4-ാം യാമത്തിൽ, രാത്രിയിലെ 4-ാമത്തെ യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന്. എൻ്റെ ഒരു ബോധ്യം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അത്യാവശ്യം അറിയാം എന്നതാണ് എൻ്റെ ചിന്ത. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇതിനകത്തൊന്നൊരു പ്രസംഗം കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങുകയാണ്. യഹൂദൻ്റെ യാമം ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? യഹൂദൻ്റെ യാമം ആരംഭിക്കുന്നത് ഒരു ദിവസം ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? യഹൂദൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചാ പറഞ്ഞോ. വൈകിട്ട് 6 തൊട്ട് 9 മണി വരെയാണ് യഹൂദൻ്റെ 1-ാമത്തെ യാമം.
അതായത് ഒരു ദിവസം ആരംഭിക്കുന്നത് 6 മണി മുതൽ 9 മണി വരെയാണ് യഹൂദൻ്റെ ഒന്നാമത്തെ യാമം. എഴുതുന്നവർക്ക് വേണ്ടിയാണ് ഇച്ചിരി ശാന്തമായിട്ട് പറഞ്ഞു പോകുന്നത്. 4 യാമത്തെക്കുറിച്ച് പറയും. യഹൂദൻ്റെ ഏറ്റവും അവസാനത്തെ യാമമാണ് 4-ാമത്തെ യാമം. യഹൂദൻ വിശ്വസിച്ചിരുന്നത് 4-ാമത്തെ യാമത്തിൽ പിശാച് ഇറങ്ങി വരും. 4-ാമത്തെ യാമത്തിൽ പൈശാചിക ശക്തികൾ വിഹരിക്കും. 4-ാമത്തെ യാമത്തിൽ അന്ധകാര ശക്തികൾ ഇറങ്ങി വരും. ഇതായിരുന്നു യഹൂദന്റെ ചിന്ത. പക്ഷെ പതിവിന് വിരുദ്ധമായി അവർ ഉലയുന്ന പടകിന്റെ നടുവിലേക്ക് മഹാദൈവം ഇറങ്ങി വരുന്നു. ഈ രാവിലെ ഒരു ദൂത് പറഞ്ഞ് ആരംഭിക്കുക. എല്ലാം തകർന്നെന്ന് നിന്നോട് പറയുമ്പോ പതിവിന് വിരുദ്ധമായി ഇന്ന് രാവിലെ ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. നീ പോലും വിചാരിക്കാതെ നിന്റെ അടുക്കലേക്ക് ഇന്ന് രാവിലെ 4-ാമത്തെ യാമത്തിൽ എന്റെ യേശു നടന്നു വരാൻ പോകുകയാ. ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? നിന്റെ ബിസിനസ് പൊട്ടി നിൽക്കുമ്പോ, നിന്റെ പിള്ളേർ വഴിയാധാരമായപ്പോ, നിന്റെ വീട്ടിൽ സമാധാനമില്ലാത്തപ്പോ, രോഗം മൂർച്ഛിച്ചു നിൽക്കുമ്പോൾ നിന്റെ അടുക്കലേക്ക് കരമൊന്നടിച്ച് അന്യഭാഷ പറഞ്ഞ് ഈ രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും ആധരം തുറന്ന് ഇന്ന് രാവിലെ നന്ദി പറഞ്ഞു. കർത്താവിനോട് പറയുക, ഇന്ന് രാവിലെ ഏതൊക്കെയോ വീട്ടിലേക്ക് എന്റെ യേശു നടക്കാൻ പോകുകയാ. ഏതൊക്കെയോ വീട്ടിലേക്ക് എന്റെ കർത്താവ് നടന്ന് തുടങ്ങിയിട്ടുണ്ട്. യഹൂദന്റെ ചിന്തകളെ മാറ്റി, യഹൂദന്റെ മനസ്സിനെ മാറ്റി 4-ാമത്തെ യാമത്തിൽ എന്റെ യേശു നടന്നു വരിക. സ്നേഹിതരെ, യഹൂദന്റെ ചിന്ത പറയട്ടെ. യഹൂദന്റെ ചിന്ത ഇങ്ങനെയാണ്: 4-ാമത്തെ യാമമാകുമ്പോഴത്തേക്ക് ആർക്കും പിടിച്ചാ കിട്ടാത്ത പോലെ പൈശാചിക ശക്തികൾ ഇറങ്ങി വരും. സത്യമാ. പക്ഷെ പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിൽ വെളിപ്പെടുന്ന സകല അന്ധകാരത്തേക്കാൾ ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. നിന്നെ ഒറ്റയ്ക്ക് ആക്രമിക്കാമെന്ന പിശാച് വിചാരിച്ച്, നിന്റെ കുടുംബത്തെ തകർക്കാമെന്ന പിശാച് വിചാരിച്ച് ഇന്ന് രാവിലെ പിശാചിനെ പ്രവർത്തിക്കുക. യഹൂദന്റെ പ്രമാണത്തിന് തെറ്റത്തക്ക പോലെ എന്റെ യേശു ഇറങ്ങി വരും. ശരി, 4 യാമങ്ങൾ പെട്ടെന്ന് പറയാൻ പോവാ, എന്നിട്ട് ദൂത് പറയാൻ പോകുക. എഴുതുന്നവർക്ക് വേണ്ടി യഹൂദന്റെ 1-ാമത്തെ യാമം ആരംഭിക്കുന്നത് വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ. ഇതാണ് യഹൂദന്റെ 1-ാമത്തെ യാമം. ഈ യാമത്തിന് അവർ ഒരു പേര് വിളിക്കും, പ്രാർത്ഥനായാമം. ഈ യാമത്തിൻ്റെ പേരാണ് പ്രാർത്ഥനായാമം. എല്ലാവരും ജോലി കഴിഞ്ഞ് വിശ്രമിക്കാൻ നമ്മുടെ ഗൾഫിൽ പോയ ബ്രദറല്ലേ ആണ്. ശരി, അദ്ദേഹത്തെ ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഒന്ന് എഴുതിട്ട് തന്നോ. ഞാൻ സ്നാനപ്പെട്ട് ഗൾഫിലേക്ക് വിട്ട കത്തോലിക്കനായിട്ട് ഇവിടെ വന്ന് പെന്തിക്കോസുകാരനായ നമ്മുടെ പ്രിയപ്പെട്ട ബ്രദർ, അദ്ദേഹത്തിന് ഒരു സുന്ദരം ക്ലാപ്പ് ചർച്ച കൊടുത്തേ. ഐ ബ്ലസ് യു. ഇരുന്നാട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ദയവായിട്ട് നിങ്ങളെ ക്ഷമിക്കണം. നിങ്ങളെ കണ്ടില്ല. അതോ മോൻസി ബ്രദർ പിന്നെ സ്ഥിരമായിട്ട് എല്ലാ 3 മാസവും ഇവിടെ ഉണ്ട്. ഞാൻ കണ്ണു തുറന്ന് നിൽക്കുമ്പം ദാണ്ട് കല്യാണത്തിന് മോൻസി ബ്രദർ വന്നിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ആദരിക്കും. ഓക്കെ, യഹൂദൻ്റെ 1-ാമത്തെ യാമം 6 മണി മുതൽ, ഒന്ന് പറഞ്ഞേ എല്ലാവരും. യഹൂദൻ്റെ 1-ാമത്തെ യാമം ഏതാണ്? 6 തൊട്ട് 9 മണി വരെയാണ് യഹൂദൻ്റെ 1-ാമത്തെ യാമം. ആ യാമത്തിന് വിളിക്കുന്ന പേര് പ്രാർത്ഥനായാമം. ഇന്ന് ആ യാമത്തിൽ നടക്കുന്ന പ്രാർത്ഥനയൊന്നുമല്ല. ജോലിയൊക്കെ കഴിഞ്ഞ് ചില സ്മോളൊക്കെ അടിച്ച് വീട്ടിലിരിക്കുന്ന സമയമാണ്, സീരിയലൊക്കെ കണ്ട് വീട്ടിലിരിക്കുന്ന സമയമാണ് നമ്മുടെ പല കുടുംബങ്ങളിലും ഇപ്പോൾ നടക്കുന്നത്. കൃപയാൽ യഹൂദൻ അത് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന യാമമാണ് പ്രാർത്ഥനായാമമെന്ന് യഹൂദൻ അതിനെ പേര് വിളിക്കും. യഹൂദൻ്റെ 2-ാമത്തെ യാമം 9 മണി മുതൽ 12 മണി വരെയാണ് യഹൂദൻ്റെ 2-ാമത്തെ യാമം. അതിന് മൃഗങ്ങളുടെ യാമമെന്നാണ് യഹൂദൻ വിളിക്കുന്നത്. മൃഗങ്ങൾ സ്വൈരി
പശുവിഹാരം നടത്തുന്ന, കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് മൃഗങ്ങളടങ്ങുന്ന ഒരു വല്ലാത്ത സമയമാണ്. മൃഗങ്ങളുടെ യാമമെന്നാണ് ആ യാമത്തെ വിളിക്കുന്നത്. അങ്ങനെ മൃഗങ്ങൾ നാട്ടിലേക്ക്, എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ ഇറങ്ങുന്നത്. രണ്ട് കാലിൽ നടക്കുന്ന ഇരുകാലി മൃഗങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി നടക്കുന്ന സംഭവങ്ങൾ നൂറുകണക്കിന് കോർത്തെടുത്ത് പറയണമെന്ന് എൻ്റെ അകത്ത് ആഗ്രഹമുണ്ട്. പക്ഷേ സമയം 1 മണിയായോണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. എന്തൊക്കെ സംഭവങ്ങൾ നാടിനെ നടക്കുന്നു. ആളുകൾക്ക് ആരോടും സ്നേഹമില്ല. ഒരു മനുഷ്യനെ 16 കഷ്ണമാക്കി ജാമൻ മുറിച്ചെടുത്ത് അവനെ ബാഗിലാക്കി അതിൻ്റെ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തിടുന്ന ആളുകൾ. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പിടിച്ച ഒരു ഗുണ്ടാത്തലവനായ ചെറുപ്പക്കാരനെ കുറിച്ച് അവൻ്റെ ആർട്ടിക്കിൾ ഞാൻ വായിക്കുകയായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒരു സാധുവായ ചെറുപ്പക്കാരൻ. അങ്ങനെ ഇരിക്കുമ്പോൾ അവന് ഗുണ്ടയാകണമെന്നൊരു ആഗ്രഹം. എറണാകുളത്തുള്ള ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് അവൻ ചെന്നിട്ട് പറഞ്ഞു, സാറേ എന്നെ കൂടി ഗുണ്ടായിസം പഠിപ്പിക്കണം. ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഈ കേസും ബുക്കാറും ഒക്കെ ആയിട്ട് ഞാൻ തന്നെ വലിയ പ്രശ്നത്തില്ല, അതുകൊണ്ട് നീ പഠിക്കണ്ട. അവനിങ്ങനെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തു ഗുണ്ടയാകാൻ എന്നാ ചെയ്യണം. അവൻ ചെയ്ത് അവിടെ നിൽക്കുന്ന ഒരുതരെ പിടിച്ചങ്ങ് തല്ലിയിട്ട് ജയിലിൽ കിടക്കാൻ വേണ്ടിയാ. അപ്പം ഗുണ്ടയാവണം, എന്നാ വേണം? കേസ് വേണം. അങ്ങനെ ഒരു ഗുണ്ടാ സാമ്രാജ്യമൊക്കെ 24 വയസ്സേ ഉള്ളൂ. പത്രത്തിലൊക്കെ വാർത്തയായിട്ട് വന്ന ചെറുപ്പക്കാരൻ, ഒരു ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ അവന് ചെറിയൊരു മാനസാന്തരമൊക്കെ വന്നിട്ടുണ്ട്. നീ ഷെറിന് വന്ന പോലത്തെ മാനസാന്തരമാണെന്നോ എന്നെനിക്കറിയില്ല. ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞത് പിടികിട്ടി, എല്ലാവർക്കും ഞാൻ പറയുന്നത് പിടികിട്ടില്ല. പത്രം വായിക്കുന്നവർക്കും മാധ്യമങ്ങളായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് ഞാൻ പറയുന്ന കാര്യം പിടികിട്ടി. ഒരു കാര്യം ഞാൻ പറയുക, 2ാമത്തെ യാമം മൃഗങ്ങളുടെ യാമം. സമയം ഏതാണ്? 9 മണി മുതൽ. ശരി, 1ാമത്തെ യാമം എപ്പോഴാണ്? 6 തൊട്ട് 9 മണി വരെ. യഹൂദൻ്റെ ദിവസം തുടങ്ങുന്നത് 6 മണി മുതൽ 9 മണി വരെയാണ്. 2ാമത്തെ യാമം 9 മണി മുതൽ 12 മണി വരെ. അത് മൃഗങ്ങളുടെ യാമം. 3ാമത്തെ യാമമാണ് വെളുപ്പിനത്തെ യാമം, 12 മണി മുതൽ 3 മണി വരെ. അതിന് പിശാദിൻ്റെ യാമം എന്ന് വിളിക്കും. പിശാദിൻ്റെ യാമം, ഭൂതങ്ങളുടെ യാമം എന്ന് വിളിക്കും. യഹൂദൻ ഏറ്റവും കൂടുതൽ, ഞാൻ നിങ്ങളോട് പറയാം, ആ സമയങ്ങളിൽ 12 മണി മുതൽ 3 മണി വരെ ഉള്ള സമയം മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് ആ സമയം. ആ സമയത്ത് പിശാചുക്കൾ ഇറങ്ങും. മന്ത്രവാദങ്ങൾ ചെയ്യുന്നവർ മണിയടി തുടങ്ങും. പക്ഷേ ഒരു കാര്യം, മണിയടച്ചാലും കറക്കിയാലും തലകുത്തി നിന്നാലും പ്രാർത്ഥിക്കുന്നവൻ സ്തോത്രം പറഞ്ഞാൽ പൊട്ടാത്തത് ഒന്നുമില്ല. ഒന്ന് കൈ ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. നിനക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ഇതൊന്ന് പറഞ്ഞ് ഞാൻ ദൂതിലേക്ക് വരാം. ഇല്ല, എനിക്ക് പ്രസംഗം മുഴുവിപ്പിക്കാൻ പറ്റുകയില്ല. ഇതൊന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗത്തിലേക്ക് വരാം. നിങ്ങൾ 3ാമത്തെ യാമം ഭൂതങ്ങളുടെ യാമം എന്നാണ് യഹൂദന്മാർ അതിനെ വിളിക്കുന്നത്. ഭൂതങ്ങളുടെ യാമം. 4ാമത്തെ യാമമാണ് യഹൂദന്മാരുടെ ഭാഷയിൽ 4 യാമങ്ങളാണ്. റോമക്കാരുടെ കാലത്താണ് യഹൂദന്മാർ 7 യാമത്തെ 4 യാമമാക്കി നിജപ്പെടുത്തുന്നത്. മൊത്തത്തിൽ അവർക്ക് 7 യാമമായിരുന്നു. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, 7 യാമമായിരുന്നു. 7 യാമത്തെ അവർ 4 യാമമാക്കി. റോമക്കാർ അവിടെ ഭരിക്കും കാലത്ത് അവർ ആ യാമങ്ങളെ 4 യാമമാക്കി മാറ്റി, ചുരുക്കി 4 യാമമാക്കി മാറ്റി. 4ാമത്തെ യാമം വെളുപ്പിനെ 3 മണി മുതൽ 6 മണി വരെയാണ് ഈ 4ാമത്തെ യാമം. ഈ 4ാമത്തെ യാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ 12 മണി മുതൽ 3 മണി വരെ ആവാഹിച്ചു വെച്ച ശക്തികൾ ശക്തി പ്രാപിക്കുന്ന സമയമാണ്. ഇതാണ് ഈ 4ാം യാമത്തിൽ ഇവർ നിലവിളിച്ചത്. ഇതാണ് ഇനിയും പ്രസംഗിക്കണ്ടേ. ആമീൻ പറ. സംഗതി കിട്ടിയല്ലോ. ഈ 12 തൊട്ട് 3 വരെ ആവാഹിച്ച് വെച്ച ശക്തികളെല്ലാം കൂടെ ബലപ്പെടുന്ന സമയമാണ് 3 തൊട്ട് 6 വരെയുള്ള സമയം. ഈ സമയത്തായി ശിഷ്യന്മാർ മുങ്ങാൻ തുടങ്ങുന്നേ. എവിടെ? കടലിൽ. എടാ, വിളിച്ചവൻ വിശ്വസ്തൻ. ഈ കടലിൽ നീ മുങ്ങത്തില്ല, നിന്റെ പിള്ളേര് മുങ്ങത്തില്ല, നിന്റെ കുടുംബം മുങ്ങത്തില്ല. പ്രാർത്ഥിക്കുന്ന അമ്മമാരോട് ഞാൻ പറയാ, എന്ത് പ്രതിസന്ധി ഉണ്ടെന്ന് തോന്നിയാലും വിഷമിക്കണ്ട. നിന്റെ കുടുംബം മുങ്ങിപ്പോകത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾ മുങ്ങിപ്പോകത്തില്ല, നിന്റെ വീട് നശിച്ചു പോകത്തില്ല. ഇന്ന് രാവിലെ ചില തിരിച്ചു വരുന്ന യാമമാണ് ഈ 4ാമത്തെ യാമം. പിശാച് ശക്തിപ്പെടുന്ന ഈ 4ാമത്തെ യാമത്തിൽ യേശുവിന്റെ ശക്തി, ഈ യാമപ്രാർത്ഥനയെ കുറിച്ച്
കൃത്യമായിട്ട് ബോധ്യമുള്ള ആളുകളാണ് യഹൂദന്മാർ. യഹൂദന്മാർക്ക് ഈ യാമങ്ങളെക്കുറിച്ച് ഭയങ്കര ബോധ്യമാണ്. ഈ പടകിലിരിക്കുന്ന 12 എണ്ണവും യഹൂദന്മാരാ. യഹൂദന്മാരുടെ പുറത്ത് ഒരാൾ പോലും ശിഷ്യന്മാരില്ല. ഈ 12 പേരും യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളുകളാ. അവർ ഈ യാമങ്ങളിൽ മുട്ടൂത്തി പ്രാർത്ഥിക്കുന്നവരാ. അവർക്ക് കൃത്യമായിട്ടറിയാം ഈ വരുന്നത് പിശാചാ. രാമീമറ. അതിനാ പത്രോസ് ചോദിച്ച പിശാചാന്നോന്ന്. എന്നാ വിഷമിക്കണ്ട, ഇത് പിശാചല്ല, നിന്നെ അയച്ചവനാ. ഇത് മന്ത്രവാദിയല്ല, നിന്നെ അയച്ചവനാ. ഇത് ആഭിചാരകനല്ല, നിന്നെ അയച്ചവനാ. ഇത് പൈശാചിക ശക്തി അല്ല, നിന്നെ അയച്ചവനാ. ഇന്ന് രാവിലെ അകത്ത ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞോ. ഇത് നിന്നെ അയച്ചവനാ, നിന്റെ കുടുംബത്തെ അയച്ചവനാ, നിന്റെ തലമുറയെ അയച്ചവനാ, നിന്റെ വീടിനെ പറഞ്ഞു വിട്ടവനാ. ഒന്ന് കൈയടിച്ചു ദൈവത്തിന് ഒരാമീൻ പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ ഒരാമീൻ പറഞ്ഞു. യേശു എന്നോട് പറയുക, നിന്നെ അയച്ചവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്നെ അയച്ചവൻ നിനക്ക് വേണ്ടി മുട്ടുകുത്തുന്നുണ്ട്. അയച്ചവൻ അറിയാം ഈ പടക് തകരുമോ ഇല്ലയോ എന്ന് അയച്ചവൻ അറിയാം. ഒരു കാര്യം കൂടെ, ഇന്നലെ ഞാൻ എറണാകുളത്തെ മീറ്റിങ്ങിന് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പിശാച് ഒരു ദിവസം ഭൂമിയിലെല്ലാം ഓടാടിയിട്ട് സ്വർഗത്തിൽ ചെന്നു. അപ്പൊ കർത്താവ് ചോദിച്ചു, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ? പിശാച് എന്നാ പറഞ്ഞേ? നോക്കാൻ പോയതാ, പക്ഷെ പറ്റിയില്ല. ഒരാമയും പറഞ്ഞു. ഇതാ പച്ചയ്ക്ക് പറഞ്ഞേ, നോക്കാൻ പോയതാ പക്ഷെ പറ്റിയില്ല. ഒരാമയും പറ, നിന്റെ കുടുംബത്തെ നോക്കാൻ വന്നാ പറ്റിയില്ല, നിന്റെ കുടുംബത്തെ തകർക്കാൻ വന്നാ പറ്റിയില്ല. കർത്താവ് അനുവദിച്ചില്ല. ഇല്ല, അനുവദിച്ചില്ല. പത്രോസിനെ പാറ്റണമെന്ന് ആശയമുണ്ട്, പക്ഷെ അനുവദിച്ചില്ല. രാമീൻ പറഞ്ഞേ, ഇന്ന് രാവിലെ കർത്താവ് അനുവാദം കൊടുക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. ഒരാളെ നോക്കി പറ, കർത്താവ് അനുവാദം കൊടുക്കാതെ ഒന്നും സംഭവിക്കില്ല. പിശാചിനോടുള്ള എൻ്റെ ഒരു സ്നേഹം എന്നാന്ന് ചോദിച്ചാൽ, പിശാച് ആരെക്കുറിച്ച് നല്ലത് പറയത്തില്ല. അങ്ങനെ ചില പിശാചുകൾ നമ്മുടെ ഇടയിലും ഉണ്ട്. ഒരാമയും പറഞ്ഞില്ല. പിന്നെ നമ്മൾ നല്ലത് പറയും. എപ്പോഴാ? ചത്ത് കഴിഞ്ഞ് പെട്ടി കിടക്കുമ്പോൾ പറയും, സിസിലിമാമയോ സൂപ്പറായിരുന്നു. എടാ, ഈ തള്ള ജീവിച്ചിരിക്കുമ്പം പറഞ്ഞാൽ അവർ 5 വർഷം കൂടെ ജീവിക്കും. ഒരാമയും പറ. അവർ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തന്ന ഫുഡ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ആരെക്കുറിച്ച് നല്ലത് പറയില്ല. ഒരു ദിവസം ഐസക് ന്യൂട്ടൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9ന്റെ ഗുണനപ്പെട്ടി എഴുതി. 1 × 9 = 9 എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. 2 × 9 = 18 എന്ന് പറഞ്ഞിങ്ങനെ എഴുതി. ഏറ്റവും അവസാനം 10 × 9 = 88 എന്ന് എഴുതി. പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു, ഐസക് ന്യൂട്ടൻ തെറ്റിപ്പോയി. നേരം പുള്ളി പറഞ്ഞു, ഞാൻ ഇത്രയും ശരി എഴുതിയിട്ട് നിങ്ങളാരും വാ തുറന്നില്ല, ഞാൻ മനഃപൂർവ്വം തെറ്റിച്ചെഴുതിയതാ. ഇതാണ് നമ്മുടെ പ്രത്യേകത. അത്രയും ശരി എഴുതിയിട്ടുമല്ല, 9 എണ്ണം ശരിയായിട്ട് എഴുതിയേ. 10ാമത്തെ തെറ്റിച്ചപ്പോൾ എല്ലാവരും വാ തുറന്നു. ചെല്ലങ്ങനാണ്. പ്രസംഗത്തിലെ വാക്യത്തിന് തെറ്റുണ്ടോ? തെറ്റ് കണ്ടുപിടിക്കാൻ വന്നിരിക്കുക, മിണ്ടുന്നില്ല. പിശാചിൻ്റെ ഏജന്റുമാരൊന്നും ഇവിടെ ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൺലൈനും ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പൊന്നച്ച കുറ്റം പറയരുത്. ചില ആളുകൾ കണ്ടിട്ടുണ്ട്, ചില ആളുകൾ മരണ വീട്ടിലൊക്കെ ചെന്ന് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങോട്ട് ഇടാൻ കേട്ടോ. ആ തൂണിൻ്റെ പുറകിലൊന്നും കൊണ്ട് അവിടെ വോളണ്ടിയേഴ്സ് ആരും ഇല്ലയോ? ആ ശരി, കൈ ഒന്ന് പൊക്കി ഒരു ആമീൻ പറഞ്ഞേരെ. എൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പില്ലേ, ആ ഇടയ്ക്കോട്ട് ഇടാം. അവരെ പുറകെ കൊണ്ടൊന്നും ഒതുക്കാതെ. വോളണ്ടിയേഴ്സ് ചില വെളിവുള്ള ആരെങ്കിലും 2 പേരൊക്കെ അവിടെ നിൽക്കുക. ആ കൈ ഒന്ന് പൊക്കി ഒരു ആമീൻ പറഞ്ഞേരാം. ആ ദണ്ട് 2 കാര്യം കൂടെ. ചത്ത് പെട്ടി കിടക്കുമ്പം പറയും, അമ്മാമെ പോലെ സൂപ്പർ അമ്മാമ ഇതുവരെ ഇല്ലായിരുന്നു. അച്ഛനോ? കഴിഞ്ഞ ദിവസം ഒരു ശവക്ക് നടന്നുകൊണ്ടിരുന്നുമ്പോൾ വഴിയെ കൂടെ പോയൊരു മനുഷ്യൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിലൊരു ബന്ധവുമില്ല. പിന്നെന്തിനാ കാര്യം പറയുന്നത്? ഒരു ബന്ധമില്ല, പിന്നെ എന്തോ പറയുന്നത്? ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ഈ അച്ഛൻ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അച്ഛൻ ഈ പുള്ളി പോയപ്പോൾ ഈ വെള്ളം അടിക്കത്തില്ലേ ചെടിക്ക്, ഇതാ പറഞ്ഞപ്പോൾ ഇല്ല വെള്ളമടിയായിപ്പോയി. മനസ്സിലല്ലേ? വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടെന്ന്. വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. എന്നാലും തള്ള ചോദിച്ചു, വേണ്ടി നമ്മുടെ അപ്പം വെള്ളമടി. അമ്മ ആ വെള്ളമടിയല്ല, ഓസി വെള്ളം കാര്യമായി പറഞ്ഞേ. വെള്ളം ചെടിക്ക് വെള്ളം അടിക്കത്തില്ലേ, ആ കാര്യം പറഞ്ഞെന്നാ പറഞ്ഞേ. ഇതാ പ്രശ്നം, ഇത് പ്രശ്നമാണ്.
ആളുകളെക്കുറിച്ച്, അമ്മയെക്കുറിച്ചും അപ്പനെക്കുറിച്ചും പെങ്ങളെക്കുറിച്ചും നാത്തൂനെക്കുറിച്ചും ഒക്കെ നല്ലത് പറഞ്ഞേക്കണം. സ്വത്രമൊക്കെ ജനൽ വഴി പോയ പോക്ക് കണ്ടില്ലേ, മിണ്ടുന്നില്ല, പറയത്തില്ല. നമ്മൾ നല്ലത് എടാ പ്രസംഗം കൊള്ളായിരുന്നേ കൊള്ളാമെന്ന് പറയണം. ഒരാമീൻ പറ. പാസ് സുന്ദരനാന്ന് പറയണം. മിണ്ടുന്നില്ല. എൻ്റെ കാര്യമല്ല, നിങ്ങളൊരാമീൻ പറഞ്ഞേരെ. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയണം, വേണ്ടായോ? കഴിഞ്ഞ ആഴ്ച ഒരു അച്ഛൻ വന്ന് എൻ്റെ അടുത്ത് എന്നോട് പറഞ്ഞു, കല്യാണം കഴിച്ചല്ലായിരുന്നു എൻ്റെ മോളെ ഞാൻ കെട്ടിച്ചു തന്നേരം. ഞാൻ പറഞ്ഞു എന്നാ ചെയ്യാൻ, കെട്ടിയതാ. മിണ്ടുന്നില്ല. ശാലു എന്നെ വല്ലാതെ നോക്കുന്നു, നിങ്ങൾ കൈപൊക്കി ഒരു സ്വന്തം അതാ. അപ്പം എന്നോട് ചോദിച്ചു ഞാൻ ഉമ്മ വരുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു അകന്ന് നിന്ന് തരാവൂ, കുഴപ്പമില്ല, ഒരു വഴിക്ക് പോട്ടെ. അതുകൊണ്ട് ബാക്കിയൂടെ പറയാൻ തുടങ്ങുക. നിങ്ങൾ കേട്ടെ, രണ്ട് കാര്യം കേട്ടെ, നല്ലത് പറയണം. ഒരാമീൻ പറ. പിശാച് മേപ്പോട്ട് കയറി ചെന്ന് പറഞ്ഞു, അപ്പോൾ തമ്പുരാൻ ചോദിച്ചു, നീ എൻ്റെ ദാസനായ ഇയ്യോബിനെ ദൃഷ്ടി വെച്ചോ? അന്നേരം പിശാചിനാ പറഞ്ഞേ, നോക്കാൻ വേണ്ടി ചെന്നാ, പക്ഷെ നിൻ്റെ വേലിയുണ്ട്, പറ്റുകയില്ല. നമ്മുടെ നിൽക്കുന്ന കൃപയാലാ, നമ്മുടെ പിള്ളേർ നിൽക്കുന്ന കൃപയാലാ, നമ്മുടെ വീട് നിൽക്കുന്ന കൃപയാലാ. കൈ ഉയർത്തി പറഞ്ഞ കൃപയാലാ. മക്കളെ, നിന്നെ തകർക്കാൻ വെല്ലുവിളിച്ച, നിന്റെ വീടിനെ തകർക്കാൻ വെല്ലുവിളിച്ച പറ്റാതെ എന്നറിയാം, കൃപയാല. അഗ്നിമയമായ മതിലുകൾ നിന്റെ ചുറ്റുമുണ്ട്. നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ വേലയുണ്ട്. നിന്റെ തലമുറയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ വേലയുണ്ട്. തമ്പുരാൻ ചോദിച്ചു, പിന്നെ എന്നതിനാ വന്നേ? 4-ാമത്തിലാ. പിന്നെ എന്നതിനാ വന്നേ? അന്നേരം പറഞ്ഞു, മനുഷ്യന് ത്വക്കിന് പകരം ത്വക്കും, കണ്ണിന് പകരം കണ്ണും, സ്വത്തിന് പകരം സ്വത്തും ഒക്കെ കൊടുത്താൽ പിന്നെ ഏത് മനുഷ്യനാ നിന്നെ പറയാത്തത്? അന്നേരം തമ്പുരാൻ തിരിച്ചു പറഞ്ഞു, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകന്നവനും യഹോവ ഭക്തനും ഭൂമിയിൽ ആരുമില്ലല്ലോ. ആമീൻ പറ. പിശാചിനെ കേട്ടത് ഇഷ്ടപ്പെട്ടില്ല. ഒരു ദൂത് പറയാം, നിന്നെ കുറിച്ച് പറഞ്ഞത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ സ്വർഗത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ യേശുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ ഇഷ്ടപ്പെട്ടു പറഞ്ഞ, കഷ്ടപ്പെട്ടു പറഞ്ഞല്ല, ഇഷ്ടപ്പെട്ടു പറഞ്ഞ. ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ സിസ്റ്റം എല്ലാം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ഇതിൻ്റെ അലൈൻമെൻ്റ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുകൊണ്ടാണ്. നമ്മൾ ഈ ലൈവിന് പോകുമ്പോൾ ഇതെല്ലാം ഇവിടുന്ന് തൂത്തുപറക്കി കൊണ്ടുപോകും ഈ സാധനങ്ങളെല്ലാം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി 25,000-30,000 രൂപ കൊടുത്തൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. കാണുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നില്ല, അത്രയും രൂപ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഓരോ കാര്യങ്ങളും. നമ്മൾ ഇന്നലെ ഒരു കുഴപ്പം നെറ്റിനില്ലായിരുന്നു കേട്ടോ. ഈ ചെക്ക് ചെയ്യുന്നവർ ആവശ്യമില്ലാത്ത പണിയൊന്നും ചെയ്യരുത്. നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കാര്യം വേണം. ഒരാമീൻ പറഞ്ഞേ. നമ്മുടെ ലൈവ്, നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ യൂട്യൂബിൽ ലൈവ് ഉണ്ട്. അത് കുട്ടികളൊക്കെ ഒന്നിരുന്ന്, അത് എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഇത് തുടങ്ങുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ചെയ്യരുത്, അതിന് മുമ്പ് വന്ന് ചെയ്യണം. ഒരാമയും പറഞ്ഞേ. അതിന് പുതിയ നെറ്റ് ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്തു. ഇന്നലെ എല്ലാം മിനിങ്ങാന്ന് എറണാകുളത്ത് എന്നെ എത്ര പേര് വിളിച്ചെന്നറിയാം. എന്നോട് ചോദിച്ചു, പാസ്റ്റർ ക്യാമറ മാറിയോ? ഞാൻ പറഞ്ഞില്ല, നെറ്റൊക്കെ മാറി. അപ്പോൾ സൂപ്പറായിരുന്നു പാസ്റ്റർ, എല്ലാം വളരെ ഭംഗിയായിട്ട് അതകത്ത് വെച്ചിട്ടാണ്, എന്നിട്ടും ഭംഗിയായിട്ട് കാര്യങ്ങൾ ഒക്കെ ചെയ്ത്. നമുക്ക് ഈ സിസ്റ്റം ഒരു 4-5 ബോക്സ് കൂടെ അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ ചൂടെ മനോഹരമാവും. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഒരാമയും പറഞ്ഞുതരാം. ഒരു 5-6 ബോക്സ് കൂടെ ഉണ്ടല്ലേ നമുക്ക് കാര്യങ്ങൾ ഓടത്തുള്ളൂ. ഇത് കൊണ്ടുപോകുമ്പോൾ അവിടെ തട്ടും മുട്ടും ഒക്കെ ഉണ്ടായി അലൈൻമെൻറ്റ് മൊത്തത്തിലൊരു വ്യത്യാസം, ഈ വ്യത്യാസം അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഇന്ന് കണ്ടത് മുഴുവൻ. എന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നു. പിശാച് അങ്ങ് മേളിൽ ചെന്നിട്ട് കയറിച്ചോ. പിശാച് പറഞ്ഞു, എനിക്കവനെ ദൃഷ്ടി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, ത്വക്കിന് പകരം ത്വക്കും, അവന് മനുഷ്യനുള്ളതെല്ലാം നീ കൊടുത്തു, അതുകൊണ്ട് അവൻ നിന്നെ ത്യജിച്ച് പറയത്തില്ല. തൃക്കൈ നീട്ടി അതൊന്ന് തൊടുക, കൈ നീട്ടി അതൊന്ന് തൊടുക, അവൻ നിന്നെ മുഖത്തു നോക്കി തിരിച്ചു പറയും, കർത്താവിൻ്റെ ഉറപ്പ് ഇതെടുത്താൽ ഇവൻ ത്യജിക്കത്തില്ല. തമ്പുരാൻ അറിയാം, തൊക്കു പോയാൽ അവൻ ത്യജിക്കത്തില്ല, ആടു പോയാൽ അവൻ ത്യജിക്കത്തില്ല, മാടു പോയാൽ അവൻ ത്യജിക്കത്തില്ല. അങ്ങനെ ഉള്ളവർ മാത്രം സ്തോത്രം ചെയ്താൽ മതി കേട്ടോ. എന്ത് നന്മ പോയാലും, എന്ത് പ്രതിബന്ധം വന്നാലും, എന്ത് തിന്മകൾ വന്നാലും, എന്ത് ദുഷ്ടശക്തികൾ വന്നാലും ത്യജിക്കത്തില്ലെന്ന് ഉറപ്പുള്ള ദൈവമക്കള്
കൈയടിച്ച് ഈ ദൂതം ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ കൈയടിച്ച് ഈ ദൂതം ഏറ്റെടുത്ത് ഇന്ന് രാവിലെ യേശു എന്നോട് പറയുക, നിന്നെ പാറ്റേണ്ടതിന് പിശാച് അനുവാദം ചോദിച്ചതാ. 4ാമത്തെ യാമത്തിൽ കയറി നിന്ന് അനുവാദം ചോദിച്ചതാ. അവനെ ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ച് ദൈവം പറഞ്ഞു അവനെ തൊട്ടോളാൻ പറഞ്ഞു. ഒരു മിനിറ്റ് കൂടെ. ഒരേ സമയം 2 അനുവാദം ചോദിച്ചു. ഒന്ന് ഇയ്യോബിനെ തൊട്ടോട്ടെ എന്ന് ചോദിച്ചു, അതുപോലെ ചോദിച്ചു പത്രോസിനെ തൊട്ടോട്ടെ എന്ന്. തൊടാൻ അനുവാദം കൊടുത്തോ? പത്രോസിനെ തൊടാൻ അനുവാദം കൊടുത്തോ? ഇല്ല. അതെന്നാ വായിച്ചപ്പോ കേൾപ്പിക്കും. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. കേട്ടെ, നിന്റെ പ്രാർത്ഥന കൂടുതലല്ല ഈ വിടുതൽ നടക്കുന്നത്. നിന്നെ പാറ്റിയാ നീ വിശ്വാസത്തിന് പോകുന്ന കർത്താവിനറിയാം. രാമീം പറ. നിനക്ക് ഈ നന്മ തന്നില്ല, നീ വിശ്വാസത്തിൽ നിന്ന് പോകുമെന്ന് ദൈവത്തിനറിയാം. നിനക്ക് ഈ രോഗസൗഖ്യം തന്നില്ലെങ്കിൽ നീ ദൈവത്തിൽ നിന്ന് പോകുമെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് ഈ രോഗസൗഖ്യമൊക്കെ നിനക്ക് തന്നത്. അപ്പുറത്ത് മറ്റൊരു ഭക്തൻ നിൽപ്പുണ്ട്. തീച്ചൂളയ്ക്കകത്തൂടെ കഷ്ടതയ്ക്കകത്തൂടെ കഷ്ടതയുടെ പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകുന്ന അല്ലല്ല, പൊന്നുപോലെ പുറത്തു വരേണ്ട ഒരഭിഷക്തനായ മനുഷ്യൻ. നിനക്കൊരു വിസ നഷ്ടപ്പെട്ടാൽ, നിനക്കൊരു നന്മ നഷ്ടപ്പെട്ടാൽ, നിനക്കൊരു ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, യേശുവിനെ കുറ്റം പറയാത്ത ദൈവമക്കൾക്കായി സ്തോത്രം. രണ്ട് അനുവാദം ചോദിച്ചു. അതിൽ ഒരനുവാദം ദൈവം കൊടുത്തു. ആർക്ക് കൊടുത്തു? ഇയ്യോബിനെ പാറ്റാൻ കൊടുത്തു. അതന്നെ ദൈവത്തിൻ്റെ ഉറപ്പ്, തമ്പുരാൻ്റെ ഉറപ്പ്. ഇതാണ് ഇനി ഞാൻ പറയാൻ തുടങ്ങുക, കേട്ടോണം. ഒരു ദിവസം ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവസന്നിധി നിൽപ്പാൻ ചെന്നു. സാത്താനും അവരോട് കൂടെ ചെന്നു. ഒരു കാര്യം കേട്ടോണം, ഇന്ന് രാവിലെ നിങ്ങൾ വിചാരിക്കണം, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്തും ഇവൻ കയറി വരും. നിന്റെ കൈയടിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് ഇവൻ കയറി വരും. സ്വർഗത്തിൽ കയറാൻ പറ്റുന്നതിനകത്ത് കയറി വരാൻ പറ്റും. പക്ഷേ ഒരു കാര്യം, ഇവൻ നിന്നെ കുറ്റം പറയാനാ കയറി വരുന്നേ. തിരിച്ചിറങ്ങുമ്പോ പറയണം, അതിനകത്തു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഒരു കാര്യം കേട്ടിട്ട്, ഒറ്റ കാര്യം കേട്ടിട്ട്, ഈ ഏറ്റവും വലിയ പോരാട്ടം എപ്പോഴാന്നറിയ? കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാ. സത്യല്ലേ? അതുവരെ അടിയുണ്ടാക്കാത്ത പിള്ളേരെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അടിയുണ്ടാക്കും. അന്നേരം അവന് പേപ്പർ വലിച്ചു കയറണം. അന്നേരം അവനെടുക്കുന്ന പാട്ട് പാടണം. അവന് ഈ പാട്ടേ അറിയത്തില്ല. പാട്ടൊന്നും അവനറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഉടക്കാണ്. അവന് സമയമാരതത്തിൽ പാടണം. തള്ള പറഞ്ഞു, ഇടയിറക്കത് മരിക്കുമ്പോൾ പാടുന്ന പാട്ടാ. അന്നേരം അവൻ പറഞ്ഞു, രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഉറങ്ങുന്നില്ലയോ. അപ്പം തള്ള പറഞ്ഞ്, ചത്ത് കിടക്കുമ്പോൾ ഉറങ്ങുന്ന കാര്യമാണ്. വലിയ വാക്കുവാദമായി. എന്നെ വിളിച്ചു രാത്രിയിൽ. എന്തോ വേണം? ഞാൻ പറയാൻ തലയിലോട്ട് കൈവച്ച് വിട്ടുപോകുന്ന പറയാൻ പറഞ്ഞു. അവൻ്റെ പുസ്തകവും താഴെ വീണു. അവൻ ആ പാട്ടും പാടണ്ട. നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് വഴക്കുണ്ടാവുന്ന പിള്ളേരുടെ തലയിൽ കൈവച്ച് വിട്ടുപോകാൻ പറഞ്ഞാൽ മതി. ഒന്നുകിൽ അവൻ വിട്ടുപോകും, അല്ലെ സാത്താൻ വിട്ടുപോകും. കൈവൊക്കെ രാമയും പറഞ്ഞില്ല. കുടുംബ പ്രാർത്ഥന അനുഭവമില്ലേ? ഇത് സത്യം പറയുന്നേ. പല വീട്ടിലും ഉണ്ട്. അമ്മാമ്മയ്ക്ക് അന്നേരം ഒരു വയറുവേദന, ഗ്യാസ് ഉണ്ടൊരു അമ്മാമ്മ പറഞ്ഞാൽ കറക്റ്റാ, പാസ്റ്റില്ലല്ലേ അവിടെ കണ്ട് വന്നു. ഇല്ല ഇത് നിന്റെ ദൂതാ, ഏറ്റെടുത്തോ. അന്നേരം ഒരു വല്ലായ്മ. എവിടുന്ന് വന്നാ? നമ്മുടെ കുഞ്ഞിരാമൻ വന്നാ. അതിന് പേരുള്ള ആളുണ്ട്, ക്ഷമിക്കണം, നിങ്ങളുടെ കാര്യമല്ല, നമ്മുടെ ചേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ. നിങ്ങൾക്ക് ആളിടയ്ക്ക് കയറി വന്നാ. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താൻ കൂടെ ചെന്നു. അങ്ങനെയാണോ? വായിക്കുമ്പോളെ, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താൻ കൂടെ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്നുത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നതാണ്. ഇയ്യോബിന് ഇഷ്ടപ്പെടുന്നില്ല. ഒരാമീൻ പറഞ്ഞേ. നിന്റെ കുടുംബം നല്ലതായിട്ട് പോകുന്ന ഇഷ്ടപ്പെടാത്ത ആളുകൾ സാത്താൻ്റെ ഏജന്റുമാരാണ്.
കൈ അടിച്ചൊരു സ്വോത്രം പറ. ഇന്ന് രാവിലെ ആ ശത്രുവിനെ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കാൻ പോവാം. കേട്ടിട്ട്, നീ ഒരു നല്ല ബൈക്ക് എടുത്തു, അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മാമ്മ സാത്താൻ്റെ കുഞ്ഞമ്മയാണ്, ഒരു ആമയും പറഞ്ഞില്ല. നീ ഒരു നല്ല കാർ എടുത്തു, അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. സാത്താമെന്നിവിടെ പറഞ്ഞ കാര്യം കണ്ടോ? പറഞ്ഞ് വായിച്ചേ ഫേവേ. വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നു. അവന് കാറും വീടും ഒക്കെ ഉണ്ട്, വെറുതെ ആണോ ഇതൊക്കെ? നീ ഇതെല്ലാം വാരി കൊടുത്തേക്കുമല്ലയോ? നീ ഇച്ചൂടെ ഒന്ന് ഉയരുന്നേ കാണുമ്പോൾ. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഇവിടെ നടത്തിയൊരു പഠനത്തിൽ 88% ആളുകൾ അസൂയക്കാരാണ്. 12% ആളുകളെ ഉള്ളൂ അതിൽ കുറവുള്ള ആളുകൾ. കേൾക്കണം, അത് നിങ്ങളുടെ വീട്ടിലുണ്ടാകാം, നിങ്ങൾ പഠിക്കുന്ന സ്ഥാനത്തുണ്ടാകാം, നിങ്ങൾ ജോലി എന്ന സ്ഥാപനത്തിലുണ്ടാകാം. പോകുന്നതിന് മുൻപ് നിങ്ങളെ യേശുവിൻ്റെ രക്തത്തിൽ മറക്കണം. അതിനുള്ള വഴി പറഞ്ഞു തരാൻ വേണ്ടി പോവാ. ചില ആളുകൾ ഓടുന്നതൊക്കെ കണ്ടിട്ട് ഇന്നലെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരാളിനോട് പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് പ്രസംഗിച്ചില്ല, എൻ്റെ അനുഭവമായത്. ഞാൻ മിടുക്കിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നയാളാ. ഒരിടത്ത് പോയിട്ട് ഞാനിങ്ങനെ ചറപറാന്ന് ജോലി ചെയ്യുന്ന കണ്ടുകൊണ്ട് എന്നോട് അവിടുത്തെ ആൾ ചോദിച്ചു, എന്നാ സ്പീഡാടി നിൻ്റെ ജോലിക്ക്? പിന്നെ ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല. കേൾക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ ആത്മാവ് ഞാൻ എന്നെ ശാസിക്കാൻ പോവാ. നിന്റെ പിള്ളേരെ സൗന്ദര്യമുള്ളവരായിട്ട് വരട്ടെ, നിന്റെ പിള്ളേർ അനുഗ്രഹമായിട്ട് വരട്ടെ, നിന്റെ കുടുംബത്തിലുള്ള കഴിവുണ്ടായി വരട്ടെ, ദൈവസഭയിൽ അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ എഴുന്നേറ്റ് വരട്ടെ. അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ എല്ലാ അസൂയയുടെ കണ്ണുകളെയും എല്ലാ താഴ്ത്തപ്പെടുന്ന പൈശാചിക ശക്തികളുടെ വാക്കുകളെയും യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ ഉടയ്ക്കുന്നു. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ. പറച്ചൊരാമീൻ പറ. ആരോഗ്യം ഉണ്ടാവണം. ആരോഗ്യം വേണ്ടായോ? നിങ്ങൾക്ക് അറിയത്തില്ല, കോച്ചും കൊടുത്തും കാലിന് തേയ്മാനമൊക്കെ വന്നുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. ഇന്ന് രാവിലെ സൗഖ്യം ഉണ്ടാവണം. ഇന്ന് രാവിലെ എന്നോട് ദൈവം പറഞ്ഞ ചില ആളുകൾ തിരിയും. നിന്നെ നഷ്ടപ്പെടുത്താൻ നിൽക്കുന്ന നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ചലിക്കും. മോനെ നീ സൂപ്പറാന്ന് നിന്നോട് പറയുന്നില്ലേ? അത് അസൂയ കൊണ്ട് പറയുന്ന യേശുവിന്റെ നാമത്തിൽ. ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ് കൂടെ, സമയമില്ലാത്തതുകൊണ്ട്. പിശാച് ഇഷ്ടം കൊണ്ട് പറഞ്ഞാണോ ഇഷ്ടക്കേട് കൊണ്ട് പറഞ്ഞാണോ? പിശാച് ഇഷ്ടം കൊണ്ട് പറഞ്ഞാണോ ഇഷ്ടക്കേട് കൊണ്ട് പറഞ്ഞാണോ? ഇഷ്ടക്കേട് കൊണ്ട് പറഞ്ഞ എന്താ ചോദിച്ചേ? വെറുതെയോ അവൻ ഭക്തനായിരിക്കുന്നത് എന്ന് വെച്ചാൽ അവൻ സമ്മതിച്ചിവൻ ഭക്തനാന്ന്. പിശാച് സമ്മതിച്ചിവൻ ഭക്തനാന്ന്. പക്ഷെ പിശാചിന് അറിയേണ്ടത് വെറുതെയാണോന്നാ. രാമീൻ പറ. ചെറുക്ക് പിടികിട്ടി ഞാൻ പറയുന്നത്. എല്ലാവർക്കും നിന്നെ ഇഷ്ടമല്ല കേട്ടോ, എല്ലാവർക്കും നിന്നെ ഇഷ്ടമല്ല, എല്ലാവർക്കും നിന്നോട് സ്നേഹമല്ല. നീ മിടുക്കനായിട്ടും മിടുക്കിയായിട്ടും ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ഒറ്റക്കാര്യം കൂടെ, ഒറ്റ സമയമില്ലാത്തതുകൊണ്ടാ ഞാൻ ഈ ഓടുന്ന സമയമില്ലാത്തതുകൊണ്ട് ഒറ്റക്കാര്യം കൂടെ. ഇവിടെ തൊട്ടടുത്ത് കൊളനടയിൽ ഒരു സുന്ദരി പെൺകുട്ടി, വയസ്സ് 21, 10ാം ക്ലാസ്സിൽ എല്ലാത്തിനും A+, +2 എല്ലാത്തിനും A+. ഞാൻ ആ വീട്ടിൽ ചെന്ന് കാണാൻ ചെല്ലുമ്പോൾ എന്നെ കൊണ്ടുപോയത് ആ പള്ളിയിലെ മർത്തോമയിലെ അച്ഛനാ. എന്നോട് പറഞ്ഞു, നേരത്തെ പറഞ്ഞു, പാസ്റ്ററെ എന്തെങ്കിലും പറയുമോ, ഡ്രസ്സൊക്കെ ഇല്ലാതെ വരുന്നെങ്കിൽ പാസ്റ്ററിനോട് ക്ഷമിക്കണം, ആ കുട്ടിക്ക് വിടുതലുണ്ടാകണം. കേൾക്കണം, സ്കൂളിലെ ഏറ്റവും വിദഗ്ധയായ പെൺകുട്ടി. 2 പേര് തമ്മിൽ കോമ്പറ്റീഷനായിരുന്നു. ഇവള് മെഡിസിന് പഠിച്ച് ഡോക്ടറാകണമെന്ന് ആഗ്രഹത്തോടെ പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പഠിത്തത്തിൻ്റെ ഇടയിൽ +2 റിസൾട്ട് വന്ന് എല്ലാത്തിനും A+ ഉണ്ട്. പക്ഷേ കൊച്ച് പരസ്പര വിരുദ്ധമായിട്ട് പറയാൻ തുടങ്ങി. അപ്പനും അമ്മയ്ക്കും സങ്കടമായി. മർത്തോമക്കാരായ ആളുകൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി. മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതുപോലെ അച്ഛൻ മുൻകൈയെടുത്ത് പ്രാർത്ഥിക്കുന്ന ആളുകളെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ പെൺകുട്ടി ഡ്രസ്സൊന്നും ഇടാതെ ഇറങ്ങി വരിക. അപ്പൻ എന്നോട് പറഞ്ഞു ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മയും പറഞ്ഞു, അനിയത്തിക്കുട്ടിയും അവിടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരുന്ന് പിടിച്ചിരുത്തി, നിർബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പിടിച്ചിരുത്തി. ദൈവത്തിൻ്റെ കൃപയാൽ 6 വർഷം മുമ്പ് മനസ്സ് തെറ്റിപ്പോയ കൊച്ചിന് കർത്താവ് മനസ്സ് തിരിച്ചു കൊണ്ടുവന്നു.
അന്നത്തെ പ്രാർത്ഥനയിൽ അത് കണ്ടിട്ട് തിരിച്ചു വന്നയാളാ ഞാൻ. ഒറ്റ ഒരു ചെറിയ കുഴപ്പമുണ്ടായി. ഇത് പബ്ലിക്കായിട്ട് പറയാൻ തുടങ്ങുക. കട്ട് ചെയ്തിടാൻ പറ്റുമോ? ഇട്ടേക്കണം മക്കളെ. ഒരു കാര്യം കൂടെ കേൾക്കണം. അവിടെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയി, ഏത് സമുദായത്തെയാന്ന് പറയുന്നില്ല, വിളിച്ചുകൊണ്ട് പോയി ഫുഡ് കൊടുത്തു. ഇഷ്ടമുള്ള ഫുഡെല്ലാം കൊടുത്തു. ഇഷ്ടമുള്ളത് തരുമ്പോ ഓർത്തോണം, നിന്നെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ല, പാടി തരിക, പാടി തരിക. അഭിഷക്തന്മാരെ പ്രാർത്ഥിക്കണം, ദൈവമക്കള് പ്രാർത്ഥിക്കണം. ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ല, അല്ല. ഈ രാവിലെ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, സിംഹത്തിന്റെ വായിന്ന് ജനങ്ങളെ തിരിച്ചു പിടിച്ചോണ്ട് വരണം. കരമടിച്ച അന്യഭാഷ പറയാൻ പറ്റുന്ന ആളുകള്, കരമടിച്ച അന്യഭാഷകളിൽ ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിച്ചോ. നിന്റെ കുടുംബത്തെ ബന്ധിച്ചതാ. നീയും നിന്റെ കുടുംബം തമ്മിൽ സന്തോഷത്തോടെ പോകാതെ, നീയും നിന്റെ ജീവിതവും തമ്മിൽ മുന്നോട്ട് പോകാതെ നിനക്കെതിരെ വെളിപ്പെട്ടു വന്ന പ്രിയരേ, ആ പെൺകുട്ടി കൈവശം ഛർദ്ദിച്ചപ്പോ അതെവിടെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു ഇറച്ചി കഷ്ണം അവിടെ ഛർദ്ദിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ച, സ്നേഹിച്ചു കൊടുത്ത ദൈവമക്കളോട് ആത്മാർത്ഥമായിട്ട് പറയുന്നു, കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് സ്തോത്രം ചെയ്തേക്കണം, ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. ഞാൻ അവളെ മിടുക്കിയായിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ കണ്ട് എന്നോട് ചോദിച്ചു, അങ്ങനെ എപ്പോഴാ വന്നേ? അവൾ അറിഞ്ഞില്ല ഞാൻ പ്രാർത്ഥിച്ചു ഒന്നും. അവൾ താഴെ വീണെന്ന് പറഞ്ഞില്ല, ഛർദ്ദിച്ചു ഒന്നും അറിഞ്ഞില്ല. എന്നോട് ചോദിച്ചു, അങ്ങളെപ്പോഴാ വന്നേ? ആ മനുഷ്യനോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ചില സ്ഥലം കിടപ്പുണ്ട്, പാസ് എഴുതി തരാം. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് സ്ഥലമൊന്നും വേണ്ട, നിങ്ങളുടെ കൊച്ചു രക്ഷപ്പെട്ടല്ലോ, അത് മതി. അച്ഛനോട് പറഞ്ഞു, പാസ് ഇനിയും കൊണ്ടുവരാൻ ആരുമില്ല കേട്ടോ. ഞാനൊരു കാര്യം പറയാം, ഞാൻ വിദഗ്ധനാണെന്നല്ല, എൻ്റെ യേശു അത്ഭുതത്തിൻ്റെ ദൈവമാ, എൻ്റെ യേശു സർവശക്തനാ, എൻ്റെ യേശു അത്ഭുതം ചെയ്യുന്നയാളാ. ഇന്ന് രാവിലെ മക്കളെ സ്നേഹിച്ചോണ്ട് നിന്നെ അവിടെ ഇവിടെയൊക്കെ വിളിച്ചോണ്ട് പോകുന്നത് സ്നേഹം കൊണ്ട് പോകുന്നതല്ല. ഇന്ന് രാവിലെ യേശുവിനോട് പറയുക, ചില ബന്ധനങ്ങൾ ഇന്ന് രാവിലെ പൊട്ടാൻ പോകുക. മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന, നല്ല ഓർമ്മ ശക്തി ഉണ്ടായിരുന്ന ചിലരെ കെട്ടിവെച്ച ആധിപത്യങ്ങളെ എന്നോട് ആത്മാവ് അങ്ങനെ പറയുക. ഒന്ന് കൈയടിച്ചൊന്ന് സ്വീകരിച്ചോ. നിന്റെ ഭർത്താവിന്റെ മിടുക്ക് കണ്ട്, നിന്റെ കുടുംബത്തിന്റെ മിടുക്ക് കണ്ട് ചേർന്ന് നിന്നോട് പറഞ്ഞ് ബന്ധിച്ച ദുഷ്ടവ്യാപാരങ്ങളെ ഈ അനുഭവമുള്ളവരെ കൈയടിച്ച് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്തോ. എന്റെ ദൈവം ബന്ധനങ്ങളെ അടിക്കാൻ പോകുക, എന്റെ ദൈവം മുഖങ്ങളെ അടിക്കാൻ പോകുക. ചില ശരീരങ്ങളിലേക്ക് ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുക, ചില ശരീരങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. കൈവശങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഉടയട്ടെ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ കരങ്ങൾ അടിച്ച് അന്യഭാഷ പറഞ്ഞ് യേശുവിന്റെ നാമത്തെ ഉയർത്താൻ എല്ലാവർക്കും ഇത് വിടുതലിന്റെ ദിവസമായി മാറുക, ഇത് വിടുതലിന്റെ ദിവസമായി മാറുക. നിന്നെ നിന്റെ കുടുംബത്തെ ഉയർത്താതിരിക്കത്തക്കപോലെ വെളിപ്പാട്ട് നിൽക്കുന്ന പിടിച്ചോ യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ പിടിച്ചേ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ ശക്തി. ആത്മാവിൽ ആരാധിക്കാൻ കഴിയുന്നവർ ഇന്ന് രാവിലെ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം പൊട്ടട്ടെ, പൈശാചിക ശക്തികൾ പൊട്ടട്ടെ. നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിന് പിടിച്ചോ, യേശുവിന്റെ നാമത്തിൽ
Rikamana Vaida Ragada Rivana Ragada Ragada Vaida Ragada Shagade Ragade Guribiri Biri Bauda Baradaganam Shabalam Shabala Ragada Rigana Vaida Baradaganam Shagada Rigana Sagana Rabana Vaide Ragada Shagade Rivanata Ragada Vaida Baradaganam She Yudalam Terente Riva Shakta Ragada Vaida Baradaganam Shagada Rivana Ragada Guribira Mishabala Baraba Riba Lava Juda Bhala Shede Ragada 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 Vaide Ragade Vaida Ragada Shagada Ragada Rabana Ragade Ragade Urikamana Shakere Ragada 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 Oh Rabana Shakta Baran Shedere Juda Bhala Shede ഒരു മിനിറ്റ് ഒന്നിരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നേ. ആ പെൺകുട്ടി ഇന്ന് രാവിലെ വിടുവിക്കപ്പെടട്ടെ. അതുപോലെ ആളുകൾ ഇന്ന് രാവിലെ വിടുവിക്കപ്പെടട്ടെ. രാവിലെ എന്നോട് ആത്മാവ് ഒരു വാക്ക് പറയുക, തകർന്നു പോയ നിന്റെ കുടുംബം തിരിച്ചു വരും. ഈ വെള്ളത്തിനകത്ത് നീ തകർന്നു പോകില്ല. എല്ലാവരും ആശിക്കുന്ന നീ തകർന്നു പോകുന്ന കാണാനാ. നിന്റെ കഴിവ്, നിന്റെ മിടുക്ക്, ദൈവം നിനക്ക് തന്നിട്ടുള്ള കൃപകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങളുണ്ട്. ഇന്ന് രാവിലത്തെ ആരാധനയിൽ നിങ്ങൾക്കറിയാമോ, ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്ന ആ ചെറുപ്പക്കാരൻ ബിടെക് വിദ്യാർത്ഥി, മിടുക്കനായിരുന്നു, എത്തിയില്ല ലൈഫിലെങ്ങും. 35 വർഷം സ്ട്രീറ്റിൽ കൂടെ നടന്നയാളാ നമ്മുടെ കൂടെ നിൽക്കിയപ്പോൾ. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഹെവി ലൈസൻസ് ഉണ്ട്, മിടുക്കൻ. ഇന്നലെ രാത്രി 12 മണിക്ക് ഇവിടെ വരുമ്പോഴും ഇവിടെ ഉണ്ട്, ചർച്ചിലുണ്ട്. പോൾഡെ ജൂമി താമസിക്കുകയാ. അവിടെ അത്യാവശ്യം നല്ല വീടുമൊക്കെ ഉണ്ട്. എന്ത് പറ്റി? പിശാച് കെട്ടിയതാ. കഴിഞ്ഞ ദിവസം ടെറസ കയറാൻ പോയ മോനെ, നീ വെറുതെ പോയി ടെറസ കയറിയതല്ല, നിന്നെ കൊണ്ടുപോയതാ. ഇന്ന് രാവിലെ യേശു നിന്നെ വിടുവിക്കാൻ പോവാ. യേശു നിന്നെ വിടുവിക്കാൻ പോവാ. കയ്യൊന്നടിച്ചോ, യേശുവെ എന്ന് വിളിച്ചോ. ചില കുഞ്ഞുങ്ങൾ ഇന്ന് രാവിലെ തിരിച്ചു വരാൻ പോകുകയാ. ചില കുടുംബങ്ങൾ ഇന്ന് രാവിലെ തിരിച്ചു വരാൻ പോകുകയാ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ എല്ലാ അനുസരണക്കേടും ഒരു കാര്യം കേട്ടിട്ട്, ഒറ്റ കാര്യം കൂടെ കേട്ടിട്ട്. എൻ്റെ വസ്തു മൈക്കില്ലയോ? ഉണ്ടുണ്ട്. കൈ ഉയർത്തി ആമീൻ പറഞ്ഞേ. അസൂയൊക്കെ പിശാദിൻ്റെയാ, ഒരാമീൻ പറഞ്ഞേ. അസൂയൊക്കെ പാസ്റ്റർമാർക്കൊക്കെ അസൂയ ഉണ്ട്, അസൂയ പിശാദിൻ്റെയാ, ഒരാമീൻ പറ. അസൂയക്കാര് പിശാദിൻ്റെ ആളുകളാ, ഒരാമീൻ പറഞ്ഞില്ലേ? ഒരാളെ കുറ്റം പറയുന്നയാള് പിശാദിൻ്റെ ഏതല്ല. നിന്റെ വീട്ടിൽ വന്ന് കുറ്റം പറയുമ്പോൾ ഓർത്തോണം, പിശാദിന്റെ കുഞ്ഞമ്മയുടെ മരുമോളാ വന്നേക്കുന്നേ. കൈ ഉയർത്തി ആമീൻ പറ. പിശാച് നല്ലതൊന്നും പറയില്ല. ഒന്നുകൂടെ പിശാച് നല്ലത് ഒന്നും പറയില്ല. ഒരാൾക്ക് കൈ കൊടുത്ത് പറ, പിശാച് നല്ലത് ഒന്നും. പോയിരുന്നോ അവിടെ കൈ കൊടുത്ത് പറഞ്ഞു. പൊക്കോ. ഗിറ്റാർ പുതിയ ഗിറ്റാറാണോടാ? നമ്മുടെ പഴയ ഗിറ്റാറാണ്. കൈ പൊക്കെ രാമ്യം. അവൻ വന്നുകൊണ്ടൊരു ഗുണമുണ്ടായി, 3 ഗിറ്റാർ വാങ്ങിച്ചു തന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞു തരാം. അതുകൊണ്ട് അവനൊരു കൊച്ചിനെയും കിട്ടി, 3 ഗിറ്റാർ നമുക്ക് സഭയ്ക്കും കിട്ടി. ഇങ്ങനെയല്ലോ ഇടാ. അവൻ ഗുജറാത്തിൽ പോകുന്നേ ഇല്ലെന്ന് പറഞ്ഞേക്കോ. ഞാൻ വിടത്തുമില്ല, അത് വേറൊരു കാര്യം. എന്നാലും അവൻ ഗുജറാത്തിൽ നിന്ന് വന്നാ ഇരിക്കട്ടെ. എല്ലാ പാസ് പറഞ്ഞില്ലേ, ഹിന്ദി ഏതാരാധനയായിരുന്നു? ഹിന്ദി ആരാധന. കുഴപ്പമില്ലല്ലോ, തുടങ്ങിയേക്കാം, ഒരു വഴിക്ക് പോകുന്നില്ലയോ. കൈപൊക്കി സ്വതന്ത്രം പറ. നാട്ട് 2 കാര്യം കൂടെ. അസൂയക്കാരെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. എല്ലാവർക്കും കൈ കൊടുക്കണം. അസൂയക്കാരെ ദൈവം ഇരുത്തിയേക്കുന്നത് നിന്റെ നന്മ കാണാൻ വേണ്ടിയാണ്. വലിയ യോഗം നടക്കുമ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലയോ, അത് ഒരു സ്വതന്ത്രം പറഞ്ഞുതരാം. പിന്നെ വലിയ യോഗമൊക്കെ നടക്കുമ്പോൾ എപ്പോട്ട് നോക്കിയിരിക്കത്തില്ലയോ, അത് അശ്രദ്ധയൊന്നുമല്ല, പിശാച. മിണ്ടുന്നില്ല. തെക്കും പടക്കമൊക്കെ നോക്കിയൊരു ഫാനിൽ ലീഫ് എത്ര ഉണ്ട്, എടാ കറങ്ങുമ്പോൾ കാണത്തില്ല. അങ്ങോട്ട് നോക്കാതെ എൻ്റെ മുഖത്തോട്ട് നോക്ക്. ഇതെല്ലാം പിശാചിൻ്റെ പരിപാടിയാണ്. ഒരു ദിവസം സാത്താൻ ദൈവപുത്രന്മാരുടെ അടുത്ത് ചെന്ന്, ഇത് പറയാൻ വേണ്ടി കേട്ടോ, ഇച്ചിരിയേറെ കാര്യമുണ്ട്. കർത്താവിനോട് പറഞ്ഞതെന്നറിയോ, ഈ നിന്നെ കൊണ്ടുവന്നിട്ട് ഈ കുഴിക്കകത്തിടാനാ പിശാച് കൊണ്ടുവന്നേക്കുന്നേ. പക്ഷെ 4 ആകുമ്പോൾ വെള്ളത്തിൻ്റെ മണ്ടേ കൂടെ യേശു വരും. നിക്ക് കേട്ടിട്ട്, ഇതാ നടക്കാൻ പോന്നേ. കൃത്യം 4ാമത്തെ ആകുമ്പോൾ യേശു വരും. പക്ഷെ നിനക്ക് പോലും തോന്നും ഭൂതമെന്ന്. ഭൂതമല്ല, പ്രാർത്ഥിക്കുന്നവൻ വന്നാ, പ്രാർത്ഥന കേൾക്കുന്നവൻ വന്ന, നിനക്ക് വേണ്ടി ജാഗരിക്കുന്ന കർത്താവുണ്ട്. അവൻ നിന്റെ അടുത്ത് വന്ന ഇന്ന് രാവിലെ ചില എൻകൗണ്ടറുകൾ അമേരിക്കയിലെ നിന്റെ വീട്ടിലുണ്ടാകും. അഭിഷക്തന്മാരെ നിങ്ങളുടെ ട്രിവാൻഡ്രത്തെ വീട്ടിൽ ചില എൻകൗണ്ടറുകൾ ഉണ്ടാകും. അഭിഷക്തന്മാരുടെ കുടുംബത്തിൽ ചില എൻകൗണ്ടറുകൾ ഉണ്ടാകും. ശരി, ഒന്നൂടെ. അപ്പൊ അസൂയ പാടില്ല. രാമേം പറ, അസൂയ പാടില്ല. 2,
ഞാനാണ് ഏറ്റവും വലുതെന്ന് തോന്നിയാൽ പിശാചാണ്. അങ്ങനെ ചെല്ലുണ്ട്, വേറെ ആരും അംഗീകരിക്കത്തില്ല. ഞാനല്ലാതെ പിന്നെ ആരുമില്ല, നീ പിശാദിൻ്റെ കുഞ്ഞമ്മയുടെ മരുമോനാ, നീ മിണ്ടുന്നില്ല. അങ്ങനെ പറയരുത്. ഞാൻ ആര് പ്രസംഗിച്ചാലും കേട്ടുകൊണ്ടിരിക്കും, കൈ അടിക്കും, ഒക്കുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കും, ചാടാൻ പറ്റുമോ ചാടും. രാമീ പറ. അങ്ങനെയൊന്നുമല്ല. കീബോർഡ് വായിക്കുമ്പോൾ ഭയങ്കര, ജോയലിൻ്റെ കാര്യമല്ല കേട്ടോ, ജോയൽ എന്നോട് ചോദിച്ച നിൻ്റെ കാര്യമല്ല. കീബോർഡ് വായിക്കുമ്പോൾ ഭയങ്കര ആരാധന, അതെല്ലാം കഴിഞ്ഞ് ആരാധിക്കത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല. മണ്ട് പിള്ളേർ കൈപൊക്കി സ്വോത്രം പറ. എല്ലാം ഞങ്ങളുടെ പിള്ളേരുടെ യൂത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ ദിവസവും അല്ല, ഞായറാഴ്ച വൈകിട്ട് അവർ കളിക്കാൻ പോകുന്നുണ്ട്, അല്ലയോ? നമുക്ക് പള്ളി ഉണ്ടായിട്ട് വേണം, അവിടെ ഗ്രൗണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കും. രാമയും പറ. എല്ലാ പ്രായമുള്ളവരും വൈകിട്ട് വരണം. എന്തായാലും വീട്ടിൽ ചുമ്മാ ഇരിക്കുക, അവിടെയെല്ലാം വന്ന് വെറുതെ ഇരിക്കാമല്ലോ. അതുകൊണ്ട് എല്ലാവരും വൈകിട്ട് വരണം. നിങ്ങളതിനെ പെട്ടെന്ന് പള്ളി പണിയാനുള്ളതിന് പ്രാർത്ഥിച്ചോണം. പിരിവൊന്ന്, ഈ സ്ഥലം വാങ്ങിക്കാൻ ആരോടും പിരിവൊന്നും ചോദിച്ചില്ല, അതുപോലെ പള്ളി പണിയാനും ചോദിക്കത്തില്ല. യേശുവിനോട് പറഞ്ഞാൽ ചോദിക്കണ്ട, തരുമെന്നാ. രാമീനേലും പറ കുഞ്ഞമ്മേ, നീ ഒന്നും കൊടുത്ത ലിസ്റ്റ് ഞാൻ വായിച്ച് കേൾപ്പിക്കും. പള്ളി പണി കഴിഞ്ഞ് എൻ്റെ സാക്ഷ്യവും പറയും, എന്നിട്ട് കൊടുത്ത എല്ലാവരുടെയും നിങ്ങളെ അവിടെ ഇരുത്തി ഞാൻ ഗ്ലോറി പറയിപ്പിക്കും. ഞാൻ എല്ലാവരുടെയും ഞാൻ പേര് വായിക്കും. സിസിലി ആൻറ്റി ഇത്ര രൂപ, കുഞ്ഞമ്മ ഇത്ര രൂപ, ഗോമതി ഇത്ര രൂപ, മറ്റേ ചേട്ടൻ ഇന്ന് വരെ ഒരു തടി പോലും പിടിക്കാൻ വന്നില്ല. രാമി അതെല്ലാം ഞാൻ പറയും. പിന്നെ നമ്മുടെ അച്ഛനുണ്ടെന്ന്, അച്ഛൻ്റെ പേരെന്ന് തടി പിടിച്ച മില്ലി തടി പിടിക്കാൻ വന്നു. അനിയച്ചാൻ്റെ പേര് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഒരാമയും പറഞ്ഞേര്. അനിയച്ചാൻ ആ തടിയെല്ലാം അറക്കുന്ന കാര്യത്തിൽ അച്ഛനെ കാലുമൊന്നും വയ്യ. അന്നേരം എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ കാലാവുമെന്നു. തടി മുഴുവൻ പുള്ളി പിടിച്ചു, ഒറ്റയ്ക്ക് പിടിച്ചു. പിള്ളേരെ കണ്ണിൽ ജില്ല് പിള്ളേർ. പിന്നെ അച്ഛനുണ്ട്, മറ്റേ വണ്ടി ഓടിച്ച് കാശ് വാങ്ങിച്ച്, അച്ഛൻ കാശ് തരത്തില്ല കേട്ടോ, രാമയും പറഞ്ഞേര്. അപ്പോൾ ഇന്ന് കണക്ക് തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. നിങ്ങൾ കൈപൊക്കി ഒരു സ്വത്രം പറഞ്ഞേര്. രാഞ്ചാൻ വാങ്ങിക്കത്തില്ല. രാഞ്ചാൻ വാങ്ങിക്കുമോ? രാഞ്ചാൻ കുനിഞ്ഞോ? പോട്ടെ, ഏതായാലും വാങ്ങിക്കത്തില്ല, അതുകൊണ്ടാണ്. പോട്ടെ, നിങ്ങൾ കേട്ട അധ്വാനിച്ച് ഒത്തിരി. അതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പണി കഴിയുമ്പോൾ നിങ്ങളതൊക്കെ കാണിക്കും. രാമി ശരിക്കും പറ. അപ്പം പിശാദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പിശാദ് കുറ്റമേ പറയൂ, ഒരു നല്ലതും പറയത്തില്ല. ഒരു നല്ലതും. നാട്ടുകാരെ നമ്മൾ വിളിച്ച് കല്യാണം കൊടുത്തു, അവർ പറയും, അതെ ആ പൂത്തിരി പൊട്ടിയത് ശരിയായില്ല, എന്നാൽ നീ അങ്ങ് പൊട്ടിയില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറയും, അതെ 5 എണ്ണം നിരത്തി വെച്ചില്ലേ, 4 പൊട്ടിയുള്ളൂ. ഞാൻ പറഞ്ഞു 4 പൊട്ടിയില്ല, അത് മതി. മതി, ഒന്നും പറയാനില്ല. പൂത്തിരിയുടെ കാര്യമെല്ലാം പറയട്ടെ. പിന്നെ 2 കാര്യം പറയേണ്ടതാണ്. പോട്ടെ, ഇന്ന് എത്രാം തീയതിയാ? 8-ാം തീയതി, 9-ാം തീയതി. പാസ്റ്റ് ഒരു ദിവസം പുറയില്ല. 9-ാം തീയതി. അപ്പോൾ 9-ാം തീയതി പറയാൻ കൊള്ളാവുന്ന ദിവസമല്ല, അതുകൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല. ബാക്കി കാര്യം കേൾക്ക്. 4 കാര്യം പറഞ്ഞ് നിർത്താൻ പോവുക. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കുറ്റം പറയുന്ന വീട് പിശാദിൻ്റെ വീടാവരുത്, ദൈവത്തിൻ്റെ വീടാവണം. ആടും കുറ്റം നിങ്ങളുടെ വീട്ടിൽ പറയരുത്. നിങ്ങൾ അഭിഷേകമുള്ള വീട്ടുകാരായിട്ട് മാറണം. ദൈവത്തിൻ്റെ കൃപയും നിങ്ങൾ മുന്നോട്ട് പോകണം. അത് പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുക. നിങ്ങളുടെ കുടുംബം ദൈവത്തിൻ്റെ വീടായിട്ട് മാറണം. ഈ അമ്മ പോവാണോ? ഈ അമ്മ പോയിട്ട് തിരിച്ചു വരുമോ? ഇല്ല. എന്നാൽ അമ്മയുടെ കൂടെ ആര് വന്നിട്ടുണ്ട്? ആരുമില്ല, ഒറ്റയ്ക്ക് വന്നാ. അമ്മേ, അമ്മ ഇങ്ങോട്ട് കയറി നിൽക്കുക. 4 കാര്യം പറയാം. അമ്മ ആദ്യമായിട്ട് വന്നാണോ? ഇങ്ങോട്ട് കയറി വാ. എന്തായാലും അമ്മ പോവില്ല, അമ്മയുടെ 2 കാര്യം പറഞ്ഞേക്കാം. ഓടുക. സാലിമാമ ഇങ്ങോട്ട് വാ. ഈ അമ്മ പോകുമ്പം യേശു എന്നോട് പറഞ്ഞു, വലിയ പ്രതീക്ഷയോടെ ഈ കുഞ്ഞിനെയും കൊണ്ട് വന്ന എന്നോട് ദൈവം പറയുന്നത്, ഈ കുഞ്ഞിനൊരു വിടുതൽ ദൈവം കൊടുക്കാൻ പോവാ. ഇവൻ അടിമുടി മാറാൻ പോവാ. ആരെങ്കിലും ഒന്ന് വന്ന് 2 പേര് ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ, ഇങ്ങോട്ട് ഓടി വാ. 2 പേര് ഇങ്ങോട്ട് വന്നിട്ട് ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ. ഒന്ന് പിടിക്കാം അപ്പച്ചാ. കൊടുക്കാം അമ്മച്ചി. അമ്മച്ചി എത്ര വയസ്സുണ്ട് ഈ കുഞ്ഞിന്? ഇത് കൊച്ചുമോന്. ഇതിൻ്റെ അപ്പൻ എന്ത് ചെയ്യേ? അപ്പൻ്റെ പേര് പറയാമേ? റോണി. ജന്മന ഇങ്ങനെ ആയിരുന്നു. നിങ്ങൾ കണ്ടോ ഈ 9 വയസ്സുകാരനെ? റോണിക്കിപ്പോൾ യേശുവിനെ വിശ്വാസമൊന്നുമില്ല. അതെന്നാ പറ്റിയാന്നറിയാം? ഈ കുഞ്ഞിങ്ങനായിപ്പോയി. അതുകൊണ്ടാണ്. കുഞ്ഞിനെ ഇല്ലല്ലോ എന്നൊരു സങ്കടം. ഡോക്ടർമാരെന്നാ പറഞ്ഞേ? ഡോക്ടർമാരെന്തോ പറഞ്ഞു കേട്ടോ? നിങ്ങൾ ഈ രോഗത്തിന് മെഡിസിൻ ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരാളിവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ.
യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒന്ന് അതരം തുറന്നൊന്ന് കൈയടിച്ച് അന്യഭാഷ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളും അധരങ്ങളൊന്ന് തുറന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ മഹാശക്തി ഇന്ന് രാവിലെ ഇതിൻ്റെ നടുവിൽ വെളിപ്പെട്ട് വരേണ്ടതിന് കരങ്ങളടിച്ച് അന്യഭാഷ തുടങ്ങി ഇന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിച്ചേ. അവൻ്റെ ശക്തി അടമൽ ഖമനഘടക സംധുരാധന അൽമമേ ചമനഘടക സധുരാധന ചസിയ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. മാമേ, അവനെന്നെ വലിയ ഗഹനമായിട്ട് നോക്കുക കേട്ടോ. പക്ഷേ എഴുന്നേപ്പിച്ച് നിർത്തിയാൽ നിൽക്കുകയല്ല അല്ലേ? താഴോട്ട് നിർത്തിയവനെ, അവൻ്റെ ആരെയും ഉറച്ചിട്ടില്ലയോ? ഒന്ന് പൊക്കി നിർത്തിയവനെ, ആ കാല് നേരെ വെച്ച്. ഈ കുഞ്ഞ് ദയനീയമായിട്ട് നോക്കുന്ന ഈ നോട്ടം നിങ്ങൾ കണ്ടോ? നിങ്ങളൊന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചേ. അവനിവിടെ നടന്നു വരണം, ആരാധനയ്ക്ക് നടന്നു വരണം. ഊമനെ ചെകിടനെയൊക്കെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ദൈവമാണ്. പ്രിയരെ, നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഇന്ന് രാവിലെ വൈദ്യശാസ്ത്രത്തിന് മുകളിൽ ശക്തിയുള്ള ഒരു ദൈവം ഇതിന് നടുവിൽ വന്നിട്ടുണ്ട്. അവൻ ഏകനായി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഏകനായി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഈ വല്യമ്മ ജീവനെ കൊണ്ട് പോകാൻ ഇനി സ്ഥലമില്ല. ഇന്ന് രാവിലെ ഇവിടെ വിശ്വാസത്തോടെ വന്നത് ഇവരെ താമസിക്കുന്ന വീടിനകത്ത് വ്യാപരിക്കുന്ന ഒരു പൈശാചിക ആധിപത്യമുണ്ട്. സഭയൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാവിലെ വിടുവിക്കാൻ കരുത്തുള്ള ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. തേജോമയനായ ദൈവം, സർവശക്തനായ ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം. ഇവന്റെ പേരെന്തുവാ? ഇവാൻ. 9 വയസ്സ് കുഞ്ഞേ. തമ്പുരാനെ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുക. ഇവൻ്റെ കാലുകൾക്ക് ബലമുണ്ടാകട്ടെ. ജനിച്ചിട്ട് ഇന്ന് വരെ നടന്നിട്ടില്ല കർത്താവേ. ഇവൻ ഇന്ന് വരെ കാല് കുത്തിയിട്ടില്ല. ഇവൻ ഇവിടെ നടന്നു വരുന്ന കാണാനാ ഞങ്ങളുടെ ആഗ്രഹം. ഇവൻ ആരോഗ്യത്തോടെ വരുന്നത് കാണാനാ ഞങ്ങൾക്ക് ആഗ്രഹം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സൗഖ്യം അവൻ്റെ മേലുണ്ടാകട്ടെ. യേശുവിൻ്റെ സൗഖ്യം അവൻ്റെ മേലുണ്ടാകട്ടെ. ഇവൻ നടന്നു തുടങ്ങട്ടെ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ഇവൻ നടന്ന ആരാധനയ്ക്ക് വരുമെന്ന യേശു എന്നോട് പറയുന്നേ. ഈ 9 വയസ്സുകാരനെ സൗഖ്യത്തോടെ ദൈവം നടത്തുമെന്ന എന്നോട് കർത്താവ് പറയുന്നേ. അതിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ കുഞ്ഞിൻ്റെ മേൽ കൽപ്പിക്കുന്ന വിടുതല്ല ദൈവത്തിന്റെ പ്രവർത്തിക്ക് നന്ദി. അമ്മച്ചിക്ക് വിശ്വാസമില്ലേ ഇവൻ നടക്കുമെന്ന്? എന്നോട് ദൈവം പറയുക, ഇവൻ നടന്നു വരും. ഇവൻ എലോഹിമിൽ ആരാധനയ്ക്ക് വരും. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അവന്റെ മേലുണ്ടാകും. ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ച് നിങ്ങൾ ഒരു മിനിറ്റ് ഇരുന്നേ. നിങ്ങൾ ഒരു മിനിറ്റ് തന്നെ നോക്കിയേ. ഇതൊക്കെ കാണുമ്പോഴാണ് ദൈവം നമ്മളെ നടത്തിയെന്ന് നമുക്ക് മനസ്സിലാവുന്നേ. ദൈവം നമ്മളെ കൊണ്ടുവന്നു എന്ന് മനസ്സിലാകുന്നേ. ആ താമസിക്കുന്ന വീടിനകത്ത് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുമുണ്ട്. ഒന്ന് കൈയടിച്ച് ആ നാമത്തെ ഒന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആ നാമത്തെ ഒന്ന് വിളിച്ചേ. മോനെ, ആദ്യമായിട്ട് വന്നാണോ? ആദ്യമായിട്ടാ? എന്നാ വാ. കൂടെ ആരൊക്കെ ഉണ്ട്? എടാ, കൂടെ ആരൊക്കെ വന്നിട്ടുണ്ട്? കൂട്ടുകാരൻ പാടാ. ബാ കൂട്ടുകാരാ. മൂന്ന് കൂട്ടുകാരൻ. എവിടെയാടാ സ്ഥലം? പാമ്പാടി. ആ, നീ എന്നാ ചെയ്യുന്നേ? ആ, പുറത്ത്
ആ, എത്ര നാളായി തുടങ്ങിയിട്ട് പഠിത്തം? ഒന്നും ആവുന്നില്ല. ലിസ്റ്റ് വല്ല വന്നോ? അന്ന് ഈ ലിസ്റ്റ് വരും. എൻ്റെ തലേവര ദൈവം മാറ്റും. ഇന്ന് രാവിലെ അതിൻ്റെ തുടക്കം ദൈവം ചെയ്തു തുടങ്ങാൻ പോവാ. ഞാൻ നിന്നെ കണ്ടപ്പോൾ അത് കണ്ടുകൊണ്ട് പറയാൻ വന്നാ. എന്നോട് തമ്പുരാൻ പറഞ്ഞെന്നറിയോ, നിങ്ങൾ 3 പേരെയും ദൈവം രക്ഷപ്പെടുത്തും. ദൈവത്തിൻ്റെ ഒരു വഴി. നിൻ്റെ പേര് പറ മോനെ. ആൽവിനെ 2025 നിൻ്റെ ഒരു പേര് ലിസ്റ്റിനകത്ത് വരും. നീ സ്വപ്നം പോലും കാണാത്ത സ്ഥലത്ത് എൻ്റെ തമ്പുരാൻ നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. നീ താമസിക്കുന്ന വീടുണ്ട് കേട്ടോ, അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്. ഇന്ന് രാവിലെ എൻ്റെ ദൈവം ആ പ്രതിസന്ധിയെ നിൻ്റെ വീട്ടിൽ നിന്ന് പരിപൂർണമായി ഉടച്ചു കളഞ്ഞ് ഒരു പുതിയ അധ്യായം നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം എഴുതിക്കുന്നത് പോലെ ഒരു ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട്. നിനക്ക് ഒത്തിരി ചോദ്യങ്ങൾ നിൻ്റെ മനസ്സിലുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ ദൈവം ആ ചോദ്യങ്ങൾക്ക്, കുറേ ചോദ്യങ്ങൾ നിൻ്റെ മനസ്സിലുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയുക. ദൈവം നിനക്ക് എന്നാവണമെന്ന് ആഗ്രഹം? എന്ത് ജോലി കിട്ടണമെന്ന്? അതാ നിൻ്റെ ആഗ്രഹം? അതെനിക്കറിയത്തില്ല. എന്നോട് ദൈവം പറഞ്ഞ് നിനക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടും. അതിനുവേണ്ടിയുള്ളൊരു ദൈവത്തിൻ്റെ കാര്യം കർത്താവ് നിൻ്റെ മേൽ ചെയ്യും. അതിനുള്ള തുടക്കം ഇന്ന് രാവിലെ ദൈവം ചെയ്യാൻ പോവാ. നിൻ്റെ ഫാദർ എന്ത് ചെയ്യും? ഒരു പ്രതിസന്ധി ഉണ്ടല്ലോടാ. നിൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. നിൻ്റെ വീടിനകത്തെ പ്രതിസന്ധി ഇന്ന് രാവിലെ അഴിഞ്ഞു പോകുന്ന പോലെ ഒരു ദൈവപ്രവൃത്തി നിൻ്റെ മേലുണ്ട്. ഫാം തുടങ്ങിയിട്ട് എത്ര കാലമായി? 4 മാസം. എങ്ങനെയുണ്ട്? മുന്നോട്ട് പോവോ? അറിയത്തില്ല. മക്കളെ, തുടങ്ങുന്നതെല്ലാം പരാജയമായിട്ടാണ് നിൻ്റെ മുമ്പ് ഇന്ന് വരെ വന്നിട്ടുള്ളത്. പക്ഷെ എന്നോട് ദൈവം പറയുന്നു, നീ ദൈവത്താൽ മുന്നോട്ട് പോക്കണം. ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ദൈവം ഒരു കാര്യം നിന്നെ വിളിച്ച് വേർതിരിച്ച് ഇറക്കിക്കൊണ്ടുവരും കേട്ടോ. അങ്ങനൊരു കാര്യം നിനക്ക് വേണ്ടി ഉണ്ടാകാൻ പോവാ മോനെ. നീ ദൈവത്തിൻ്റെ വീട്ടിലാരൊക്കെയാ ഉള്ളേ? അപ്പനെന്തേ? എത്ര വർഷമായി? 2 മരണം എഴുതി വെച്ച വീടാണ് നിൻ്റെ വീട് കേട്ടോ. വീടിൻ്റെ വാതുക്കൽ വന്ന് പിശാച് മുട്ടി വിളിച്ച അതിൻ്റെ നടുവിലൊന്നിനെ ആയുസോടെ ദൈവം നിർത്തിയേക്കുക. ഒരു ഘട്ടം കഴിഞ്ഞിട്ട് നീ ഒരു വൈദേശിക രാജ്യത്ത് കടന്നു പോകും. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിന്നെ നിർത്തുന്ന പോലെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാവിലെ നിൻ്റെ മേൽ ഉണ്ടായി വരുമെന്ന് കർത്താവിനോട് പറയുക. ഒന്ന് കൈയടിച്ച് ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും ഒന്ന് സ്തോത്രം. എങ്ങോട്ട് പോകാനാണ് നോക്കുന്നത്? എങ്ങോട്ടാ? മക്കളെ, നീ ഖത്തറിലോട്ട് പോകുന്നല്ല ദൈവം എന്നോട് പറയുന്നേ. നീ ഒരു അറബി രാജ്യത്ത് പോകും. അതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. നീ എന്നാ ചെയ്താലും ദൈവത്തിൻ്റെ വേല ചെയ്യും കേട്ടോ. ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ നിൻ്റെ മേലൊരു അസാധാരണ വിളിയും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും ഇന്ന് രാവിലെ നിൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ ദൈവം ചെയ്തു തുടങ്ങാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് ഇവരുടെ മുൻപിലെ പരാജയങ്ങളെ എൻ്റെ ദൈവം ജയമാക്കി മാറ്റാൻ പോവാ. അധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച്. ലഹരി ഉപയോഗിക്കുമായിരുന്നോ? എന്നോട് ദൈവം നിന്നെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞ ആദ്യത്തെ കാര്യം അതാ. എന്നിട്ട് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ചവിട്ടി നിർത്തിയത്. എന്നോട് ദൈവം പറഞ്ഞ ആ തീരുമാനത്തിനകത്ത് നീ ഉറച്ചു നിന്നാൽ നിൻ്റെ ജീവിതം, നിൻ്റെ അവസ്ഥകൾ എല്ലാം എൻ്റെ ദൈവം എടുത്തു മാറ്റാനായിട്ട് പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന, പോയിരുന്ന മക്കളെ, യേശുവേന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന കൂടാരാ ഉള്ളേ? ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് ആരാ? ഓ,
നിങ്ങളെനിക്കറിയാവുന്ന ആൾക്കാരാണ്. നിങ്ങളിരുന്നു, നിങ്ങളെനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. നിങ്ങളൊന്ന് കൈയടിച്ച് യേശുവേന്നൊന്ന് വിളിച്ചേ. യേശുവേന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ, അധരം ഒന്ന് തുറന്ന് ആ നാവൊന്ന് ചലിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ ഇന്ന് രാവിലെ ആ നാവൊന്ന് ചലിപ്പിച്ചേ. പരിശുദ്ധാത്മാവനോട് പറയുക, നീ കാണുന്ന പ്രതിസന്ധികളെ മുഴുവൻ ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ നിന്ന് എടുത്തു കളയാൻ കരുത്തുള്ളൊരു ദൈവം ഇതിൻ്റെ നടുവിൽ വന്നിട്ടുണ്ട്. നീ മുങ്ങിപ്പോകുമെന്ന്, നിന്റെ വീട് മുങ്ങിപ്പോകുമെന്ന്, നിന്റെ തലമുറ മുങ്ങിപ്പോകുമെന്ന് പിശാച് നിന്നോട് പറഞ്ഞ അതേ സ്ഥലത്ത് എൻ്റെ ദൈവം നിന്നെ ഉയർത്താൻ പോകുക. അതേ സ്ഥലത്ത് നിന്റെ വീടിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാൻ പോവാ. കൂടാറുണ്ടാ ഈ മോന്റെ വൈഫ് ആരാ? ഓ മിന്റുവിന്റെ ഭർത്താവാ. നീ പോയിരുന്നോടാ. അറിയാവുന്നവരുടെ ദൂത് പറയുന്നത് ശരിയല്ലല്ലോ. മിന്നുവിൻ്റെ ഭർത്താവല്ലേ? നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല, ആദ്യമായിട്ട് കാണുക. ശരി, ദൈവം അനുഗ്രഹിക്കും. ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ചിട്ടുണ്ട്, മിണ്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് മിന്നിൻ്റെ ഭർത്താവാന്ന് അറിയത്തില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തെ ഓർക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൈ ഒന്ന് ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. ഇന്ന് രാവിലെ നിങ്ങളൊന്നിരുന്ന് ഒറ്റ മിനിറ്റ് ഒരു കാര്യം പറഞ്ഞ് നമ്മളൊന്ന് ദൈവത്തെ ആരാധിക്കാൻ പോകും. ഒരു കാര്യം കേൾക്കണം. പിശാച് നിനക്കെതിരെ കൂട്ടിവെക്കുന്ന സകല ആധിപത്യത്തിനകത്തും ഒരത്ഭുതമുണ്ടാകും. പിശാച് നശിപ്പിക്കാൻ ചെയ്തത് ദൈവം നന്മയാക്കി മാറ്റും. ഇയ്യോബിനെ പൊളിക്കാൻ വന്നത് പിശാച് തകരുമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ പിശാചിനെ തെറ്റി നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി എൻ്റെ ദൈവം തിരിച്ചു കൊടുത്തു. നിന്റെ കുടുംബത്തിനകത്ത് നഷ്ടപ്പെട്ടതിൻ്റെ 7 ഇരട്ടി ദൈവം തരാൻ തുടങ്ങുക. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം ദൈവം നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്താൻ പോകുക. ഒന്ന് കൈയടിച്ചൊന്നേറ്റെടുത്ത് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈ പ്രതിബന്ധത്തിന്റെ നടുവിൽ നീയും നിന്റെ തലമുറയും അത്ഭുതമാകുമെന്ന്, നീയും നിന്റെ വീടും രക്ഷപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ദൂത് പറയുക. പിശാച് 3-4 ചോദ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു. 1, അവന്റെ ത്വക്കിനെ തൊടണം. 2, അവന്റെ സമ്പത്തിനെ തൊടണം. 3, അവന്റെ പിള്ളേരെ. ഈ ഒരു ക്രമത്തിൽ പഠിച്ചുകൊണ്ട് വരണം. 1-ാമത്തെ ക്രമം, അവനുള്ളതൊക്കെ നീ ഒന്ന് തൊട്ട് തുടങ്ങണം. കർത്താവ് പറഞ്ഞു തൊട്ടോളാൻ പറഞ്ഞു. ഇന്ന് രാവിലെ ഒരു ദൂത് കേൾക്കണേ. ഇതിൻ്റെ എല്ലാം പിൻപിൽ ഒരു ദൈവകരം ചലിക്കുന്നുണ്ട്. കുറച്ചൊരു ആമീൻ പറ. ഒത്തിരി സങ്കടത്തോടെ ഇന്നലെ രാത്രി കരഞ്ഞില്ലേ? ഒത്തിരി സങ്കടത്തോടെ നിലവിളിച്ചില്ലേ? ഒത്തിരി സങ്കടത്തോടെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതിൻ്റെ ഉത്തരം ദൈവം പറയുക. ആ വിഷയത്തിനകത്ത് ദൈവം ഇറങ്ങി വരാൻ പോകുക. ഇന്നലെ രാത്രി വിതുമ്പിക്കാൻ ഞാൻ നിന്നോട് ദൈവത്തിന്റെ ദൂത് പറയുന്നത്. ഇന്നലെ രാത്രി നിലവിളിച്ച നിന്നോട് കർത്താവിനെ സംസാരിക്കാനുള്ളത്. കൈയൊന്നടിച്ച് ആദരവൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് ഈ രാവിലെ ഒന്ന് വിളിച്ചു പറഞ്ഞ് പിശാചിന്റെ സകല പദ്ധതികളും ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറുന്ന രാവിലെയാണ്. പിശാചിന്റെ സകല പ്ലാനുകളും, പിശാചിന്റെ പ്ലാൻ ഇതായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഇയ്യോബിനെതിരെ ചെയ്യുമ്പോ അവൻ ദൈവത്തെ വിട്ടുപോകും എന്നായിരുന്നു പിശാചിന്റെ ആഗ്രഹം. പതിവിന് വിരുദ്ധമായി ഓരോന്ന് നഷ്ടപ്പെടുമ്പോഴും, ഈ ഓരോന്ന് നഷ്ടപ്പെടുന്ന എപ്പോഴാന്ന് നിങ്ങൾക്കറിയോ? ഇയ്യോബ് യാഗമർപ്പിക്കുമ്പോൾ. എല്ലാ രാവിലത്തെയും ഈ യാഗത്തിന്റെ സമയമാകുമ്പോൾ ഓരോന്ന് നഷ്ടപ്പെട്ട് ഇയ്യോബിന്റെ അടുക്കൽ വരും. ഇയ്യോബ് ഏറ്റവും അവസാനം പറഞ്ഞു, ഞാൻ അവനെക്കുറിച്ച് ഒരു കേൾവി മാത്രം കേട്ടു, ഇപ്പോഴോ എൻ്റെ കണ്ണാ ഞാൻ അവനെ കാണുന്നു. അവനെക്കുറിച്ച് ഒരു കേൾവി മാത്രം ഞാൻ കേട്ടു, ഇപ്പോഴോ എൻ്റെ കണ്ണാലെ ഞാൻ അവനെ കാണുന്നു. എന്താ വാക്കിന്റെ അർത്ഥമെന്നറിയാമോ? ഒരു ദിവസം എൻ്റെ ദൈവം പൊടിമേൽ നിൽക്കും. ഹല്ലേലൂയ. ഇറങ്ങി വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇന്ന് രാവിലെ ചില ആളുകൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന രാവിലെയാണ്. ശിഷ്യന്മാരെ തള്ളിവിട്ട്
4-ാം യാമത്തിൽ തണ്ടുവലച്ച് അവർ ഉലയുന്നു. അവർ അവസാനിക്കാൻ പോകുകയാണെന്ന് 12 പേരും പരസ്പരം പറഞ്ഞു. ഒരു ദൂത് കേട്ടോ, നീയോ നിന്റെ കുടുംബം അവസാനിക്കത്തില്ല, നീയോ നിന്റെ വീടോ അവസാനിക്കത്തില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അഭിഷക്ത വാഗ്ദത്തം ചെയ്ത എന്റെ ദൈവം വിശ്വസ്തനാണ്. നീയോ നിന്റെ മക്കളോ നശിക്കയില്ല, നീയോ നിന്റെ വീടോ തീർന്നു പോകയില്ല. ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അഭിഷക്തന്മാർ കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. നിങ്ങളോടൊരു കാര്യം പറയാം. ഈ വീഴ്ചയ്ക്ക് മുൻപ് ഗർവമെന്നൊരു വാക്ക് ചിലർക്ക് ഭയങ്കര അഹങ്കാരമാണ്. എന്തേലും ഒരു ശുശ്രൂഷ കിട്ടിയാൽ പിന്നെ ആരോടും മിണ്ടത്തില്ല, പിന്നെ എല്ലാവരെയും മോനെ എന്നാണ് വിളിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററെ കണ്ടു, 65 വയസ്സുള്ള അച്ചാനെ മോനെ എന്നാണ് വിളിക്കുന്നത്. ഇവന് 30 വയസ്സേ ഉള്ളൂ. അച്ചാനെ എന്നാണ് വിളിക്കുന്നത്. ഞാൻ തിരുത്തി, ഞാൻ പറഞ്ഞു ബ്രദറെ അങ്ങനെ അല്ല, അത് പുള്ളി ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, പഠിക്കണം സിസ്റ്റമാറ്റിക്. പുള്ളി മോനെ എന്നാണ് വിളിക്കുന്നത്. അച്ഛനെ, അവൻ്റെ വല്യപ്പനാവാനുള്ള പ്രായമുണ്ട്. അഹങ്കാരം. ഒരു കുഞ്ഞു പ്രവചനം കിട്ടിയാൽ പിന്നെ അങ്ങ് അഹങ്കാരമാണ്. എടാ, കർത്താവിൻ്റെ ആത്മാവ് ഇതൊന്നുമല്ല. ആമീൻ പറയാൻ പറ്റുന്നവർ പറഞ്ഞാൽ മതി. ഈ വലിയ ജാടം മേലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കർത്താവിൻ്റെ അല്ലെന്ന്. അങ്ങനല്ലേ ദേവാസനെ? എടാ, യേശുവിനെ ആർക്കും തോടായിരുന്നു ഇല്ലേ? യേശുവിൻ്റെ അടുത്ത് മിണ്ടാൻ പറ്റുമായിരുന്നു, പറ്റില്ലേ? അതോ ഇല്ലയോ? പറ്റും. ഇവിടെ ചില പാസ്റ്റർമാരെ കാണണമെങ്കിൽ 3 മാസം മുമ്പ് അപ്പോയിൻമെൻ്റ് എടുക്കണം. പുള്ളി എവിടെ ഉണ്ട്? പുള്ളി വീട്ടിലുണ്ട്. സ്വതന്ത്രം പറഞ്ഞുതരും. ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ ചോദിച്ചു, പുള്ളി എന്ത് ചെയ്യുന്നു? ഇവിടെ ഹോസ്റ്റലിലാന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ലൊക്കേഷൻ ഒന്നോ? ഓ, വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ലൊക്കേഷൻ നോക്കട്ടെ. എന്തുവാടാ, എന്തുവാ ഇത്? 2 അന്യഭാഷ കിട്ടിയാൽ പിന്നെ ആരുടെ മിണ്ടത്തില്ല. ഭക്തനാ. എടാ, ഭക്തൻ വാ തുറന്ന് മിണ്ടും. സ്വതന്ത്രം പറ. ഭക്തൻ ഈ പണ്ട് ഞാനേ പല പാട്ടും പഠിച്ചത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് പാട്ടാണ് പഠിച്ചേ. കുടുംബ പ്രാർത്ഥനയ്ക്ക് പാട്ടൊക്കെ പാടുന്നുണ്ടോ? രാമിയും പറഞ്ഞില്ലേ? ഞാൻ ഈ ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകളൊക്കെ പഠിച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്നാ. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വല്ലയോ? എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകീരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. ഉണ്ടോ വീട്ടിൽ ഈ പ്രാർത്ഥനയൊക്കെ? സന്ധ്യയ്ക്ക് പിള്ളേരൊത്ത് പാട്ട് പാടുന്നുണ്ടോ? കൈയടിച്ച് മക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞൊരു ഡിസ്കഷൻ്റെ സമയം വേണം. ഉണ്ടോ? പിള്ളേരും അപ്പനും അമ്മയും എല്ലാം കൂടെ നിങ്ങൾ ഡിസ്കഷൻ ചെയ്യണം. അന്നത്തെ കാര്യം ചോദിക്കണം. വല്ല വേദനയുണ്ടോ എന്ന് ചോദിക്കണം. കടത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഭാരം വല്ല ഇതൊക്കെ ഉണ്ടോ വീട്ടിൽ? ഇല്ല, ഇന്ന് രാവിലെ വീട്ടിൽ തുടങ്ങണം. ഇത് പറയാനാ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്. നിങ്ങളുടെ വീടിനകത്ത് ഇന്ന് രാവിലെ ഇത് ആരംഭിക്കട്ടെ. നിങ്ങളുടെ വീടിനെ ഒരുത്തനും മറിച്ചു കളയാൻ പറ്റാതിരിക്കും. ഒരു ശക്തിക്കും നിന്റെ വീടിനെ തൊടാൻ പറ്റുകയില്ല. ഒരാധിപത്യത്തിന് നിന്നെ തൊടാൻ പറ്റുകയില്ല. ഒരു ദുർശക്തിക്കും നിന്നെ തൊടാൻ പറ്റുകയില്ല. ഒരാധിപത്യം നിന്നെ ഒന്നും ചെയ്യുകയില്ല. നീ വിശ്വസ്തനായി തീ പോലെ നിന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരും. അങ്ങനെ പത്രോസും കൂട്ടരും ഒരുമിച്ച് പടകിൽ യാത്ര ചെയ്യുക. ഇവരെ പറഞ്ഞു വിട്ടതാരാന്നറിയാം? യേശുവാ പറഞ്ഞു വിട്ടെ. നിർബന്ധിച്ചു വിട്ടു. അങ്ങനെ ആ വാക്യം വായിക്കാൻ സമയമില്ലാത്തോണ്ടാ. നിർബന്ധിച്ചു വിട്ടു.
അങ്ങനെ നിർബന്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഗുരു മലയിലിരുന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താഴ്വാരത്തിൽ വെള്ളത്തിൻ്റെ അടുത്ത് ഈ ശിഷ്യന്മാർ മുങ്ങിത്തുടങ്ങുക, നശിക്കുമെന്നൊരു ഭാരം അവരുടെ മകത്തുണ്ട്. ഇന്ന് രാവിലെ ഒരു ദൂത് കേട്ടോ, പറഞ്ഞു വിട്ടവൻ യേശുവാണെങ്കിൽ നീയോ നിന്റെ പടകോ നിന്റെ കുടുംബമോ നശിച്ചു പോകത്തില്ല. ഒന്ന് കരമുയർത്തി ദൈവത്തിന് ഒരു ആമീൻ പറഞ്ഞേ. നീയോ നിന്റെ കുടുംബമോ നിന്റെ തലമുറയോ നിന്റെ വീടോ നശിച്ചു പോകത്തില്ല. നശിക്കാൻ വേണ്ടി 4 കാര്യങ്ങൾ വന്നു. 1-2 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, വെള്ളം അവരെ മുക്കാൻ വന്നു, കാറ്റവരെ ഒലയ്ക്കാൻ വന്നു, ഭൂതം അവരെ താട്ടാൻ വന്നു, യേശു അവരെ പൊക്കാൻ വന്നു. കൈയടിച്ചൊരാമീൻ പറ, ആമീൻ പറ. ഇന്ന് രാവിലെ യേശു നിന്നെ പൊക്കാൻ വരും. ഭൂതം നിന്നെ താട്ടാൻ വരുമ്പോ, പിശാച് നിന്നെ മുക്കാൻ വരുമ്പോ, വെള്ളം നിന്നെ ഒലക്കാൻ വരുമ്പോ, കാറ്റു നിന്നെ തകർക്കാൻ വരുമ്പോ നീ കയ്യൊന്നടിച്ച ശക്തിയോടെ ദൈവത്തിന് ആമീൻ പറയാൻ പറ്റുന്ന ദൈവത്തിന്റെ മക്കൾ ആമീൻ പറഞ്ഞു തുടങ്ങി. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവനോട് പറയുക, ഈ കാറ്റടിച്ചത് വെറുതെയല്ല, ഈ ഓളങ്ങൾ ഉണ്ടായത് വെറുതെയല്ല, ഈ പ്രതിസന്ധി വന്ന വെറുതെയല്ല. നിന്നെ മുക്കിക്കളയാൻ വന്നതാ, നിന്റെ കുടുംബത്തെ മുക്കിക്കളയാൻ വന്നതാ. യേശു എന്നോട് പറയുക, നീ മുങ്ങിപ്പോകത്തില്ല. തുറക്കാമെങ്കിൽ ഇന്ന് രാവിലെ പ്രതിസന്ധിയെ നോക്കി പറ, ഞാൻ മുങ്ങിപ്പോകത്തില്ല, എന്റെ കുടുംബം മുങ്ങിപ്പോകത്തില്ല, എന്റെ തലമുറ വീണു പോകത്തില്ല. നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയോ? മനസ്സിനകത്ത് നമ്മൾ കേൾക്കുന്ന പകുതിയും നെഗറ്റീവാ, നമ്മൾ കേൾക്കുന്ന മുക്കാലും നെഗറ്റീവാ. ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ നെഗറ്റീവ് പോട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് കേൾക്കണം, നിന്റെ ജീവിതം തിരിച്ചു വരുമെന്ന് കേൾക്കണം, നീ അത്ഭുതമാകുമെന്ന് കേൾക്കണം, നിന്റെ വീട് രക്ഷപ്പെടുമെന്ന് കേൾക്കണം. യാമം കൃത്യമായി ബോധ്യമുള്ള ശിഷ്യന്മാർ യേശു വരുന്നത് കണ്ടിട്ട് അവർക്ക് തോന്നി ഭൂതം വരുന്നെന്ന്. ആര് വരുന്നെന്ന് തോന്നി? ഭൂതം വരുന്നെന്ന് തോന്നി. അവരും നിലവിളിച്ചു. അങ്ങനെയാ വാക്യം, അവരും നിലവിളിച്ചു. ആരെ കണ്ടോണ്ട്? യേശുവിനെ കണ്ടോണ്ട്. ഭൂതമാന്ന് വിചാരിച്ചവരും നിലവിളിച്ചു, ഭൂതമാന്ന് വിചാരിച്ചവരും നിലവിളിച്ചു. യേശു പറഞ്ഞു, ഭൂതമല്ല, ഞാനാകുന്നു. രാവിലെ പരിശുദ്ധാത്മാവിന് ഇന്നത്തെ ഞായറാഴ്ച നിങ്ങളെ ബലപ്പെടുത്തി പറയാനുള്ളത്, ഈ പ്രതിസന്ധിയുടെ നടുവിൽ അവൻ വരും, ഈ പ്രതികൂലത്തിന്റെ നടുവിൽ അവൻ ഇറങ്ങി വരും. എന്നിട്ട് നിന്നോട് പറയും, ഞാനാകുന്നെന്ന് പറയും. നിന്റെ വീട്ടിൽ യാമത്തിലുണ്ടാകുന്ന വഴക്കില്ലേ, ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യുക. അനാവശ്യമായി വെളിപ്പെട്ടു വരുന്ന അനാവശ്യ സംവിധാനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഈ രാവിലെ ഞങ്ങൾ ഉടയ്ക്കുന്നു. നിന്റെ വീട് ദൈവത്തിന്റെ ജയഘോഷം ഉണ്ടാകേണ്ട വീട്, നിന്റെ വീട് ദൈവത്താൽ ഉയർത്തപ്പെടേണ്ട വീട്, നിന്റെ വീട് ദൈവത്താൽ മാനിക്കപ്പെടുന്ന വീട്. ഒരു വാക്ക് പറഞ്ഞു നിർത്തുന്നു. 3-ാമത്തെ യാമത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥന തുടരുക. ഭൂതങ്ങൾ ശക്തി പ്രാപിക്കുന്ന, ഭൂതങ്ങൾ ഇറങ്ങി വരുന്ന 3-ാമത്തെ യാമവും ഭൂതങ്ങൾ ശക്തി പ്രാപിക്കുന്ന 4-ാമത്തെ യാമത്തിൽ പ്രാർത്ഥന ആരംഭിച്ചാൽ ഒരു ഭക്തന്റെ പ്രത്യേകത, അവൻ ശക്തിപ്പെടുമ്പോൾ സർവശക്തനായ ദൈവമേ, സർവശക്തനായ ദൈവം, എല്ലോഹിയായ ദൈവം, ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ചലിക്ക്. പിശാചിന്റെ പദ്ധതികൾ മുഴുവനായി ഒറ്റ വാക്ക് പറഞ്ഞ് സ്തോത്രകാഴ്ച ഇടാൻ വേണ്ടി തുടങ്ങുന്നു. കേൾക്കുക. മുക്കാമെന്ന് വിചാരിച്ച് 3 പേരും വന്നതാ, പക്ഷെ നിനക്ക് തെറ്റും. യേശു കാറ്റിനെ അടക്കി കടലിനോട് ശാന്തമാകാൻ പറഞ്ഞു. ഇത് രണ്ടും ശാന്തമായി. പത്രോസ് പറഞ്ഞ, കർത്താവേ, നീ ആകുന്നെങ്കിൽ ഞാൻ ഇറങ്ങി വരട്ടെ എന്ന് ചോദിച്ചു. നീ ആകുന്നെങ്കിൽ ഞാൻ ഇറങ്ങി വരട്ടെ എന്ന് ചോദിച്ചു. യേശു പറഞ്ഞ് ഇറങ്ങി വരാൻ. ഒന്ന് കൈ ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. ഒരു ദൂത് കേട്ടെ. 2 മിനിറ്റ് മുമ്പേ നിന്നെ മുക്കാൻ നടന്നതിൻ്റെ മുകളിൽ കൂടെ നിന്റെ അരുമ നടന്നു വരും. കൈയൊന്ന് പൊക്കി ഒരു ആമീൻ പറയാൻ പറ്റുമെങ്കിൽ ഒരു ആമീൻ പറഞ്ഞു.
25 വർഷമായി നീ അനുഭവിക്കുന്ന പ്രശ്നമില്ലേ, ഇന്ന് രാവിലെ നീ നടക്കാൻ പോവാ അതിന്റെ മേളിൽ കൂടെ. കേട്ടവരുണ്ടെങ്കിൽ ആമീൻ പറഞ്ഞോ. അകത്ത് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആമീൻ പറഞ്ഞോ. പരീക്ഷ എഴുതി തോറ്റുപോകയാ, ജയിക്കാൻ പറ്റുന്നില്ല, എക്സാം പാസ്സാവുന്നില്ല, എന്നാ ചെയ്തിട്ടും വിജയിക്കുന്നില്ല, പിള്ളേര് മുന്നോട്ട് പോകുന്നില്ല, കുടുംബം രക്ഷപ്പെടുന്നില്ല. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പൈതലേ, ഈ ഓളത്തിന്റെ മുകളിലൂടെ നീ നടക്കാൻ പോവാ, നീ നടക്കാൻ പോവാ. കേട്ടവരാ കൈയടിച്ച് ഒന്ന് അന്യഭാഷ പറഞ്ഞ് വിശ്വസിച്ചൊരാമീൻ പറഞ്ഞ് നീ നടക്കാൻ പോകയാ. നിന്റെ വീട് നടക്കാൻ പോകയാ, നിന്റെ കുടുംബം നടക്കാൻ പോകയാ. ഇന്ന് രാവിലെ നടക്കാനുള്ള ആത്മബലം ദൈവം തരാൻ പോവാ. ഇത് പ്രവചനമായിട്ട് ഞാൻ പറയുക, ദൂതായിട്ട് പറയുക, തലേ കൈവെക്കാതെ നിന്നോട് പറയുന്ന ദൂതായത്. 25 വർഷമായിട്ട് നിന്നെ മുക്കാൻ നിൽക്കുക, 30 വർഷമായിട്ട് മുക്കാൻ നിൽക്കുക, 18 വർഷമായിട്ടൊരു സ്ത്രീയെ കൂലിയാക്കി നിർത്തിയേക്കുക. പള്ളിക്കകത്ത് കയറിയപ്പോ യേശു പറഞ്ഞു, മോളെ രോഗബന്ധന അഴിഞ്ഞിരിക്കുന്നു. രോഗമുണ്ട്, രോഗബന്ധനമുണ്ട്. രോഗബന്ധനത്തിന് ആശുപത്രിയിൽ പോയാൽ സൗഖ്യം വരത്തില്ല. കേട്ടവനാമീൻ പറ. 2 മിനിറ്റ്. രോഗബന്ധനത്തിന് ആശുപത്രിയിൽ പോയാൽ സൗഖ്യം വരത്തില്ല. രോഗമാണെങ്കിൽ ടാബ്ലറ്റ് കഴിച്ചാൽ മാറും. ബന്ധനമാണെ പ്രാർത്ഥിക്കണം, അതിന് കൃപാവരമുള്ളവർ വേണം. രാമീൻ പറ. ബന്ധനമാണെങ്കിൽ ഈ പുള്ളിക്കാരി ഒത്തിരി ഹോസ്പിറ്റലിൽ പോയതാ, സ്കാൻ ചെയ്താ, പക്ഷെ ഒന്നും നടന്നില്ല. ഡോക്ടർമാർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഒന്നും കാണുന്നില്ല. ചിലരോട് പറയില്ല ഒന്നും കാണുന്നില്ലെന്ന്. അത് ബന്ധനമാമേ, അത് പ്രതിസന്ധിയാ. ഒന്നും കാണുന്നില്ല, ഇത് പ്രതികൂല, ഇത് പ്രാർത്ഥിച്ചാലേ പറ്റൂ. യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ യേശു പറഞ്ഞു ഒന്നും കാണുന്നില്ലെന്നാണോ? യേശു കാണുന്നില്ലെന്നാണ്. യേശു കാണുന്നുണ്ട്. യേശു പറഞ്ഞു, മോളെ നിന്റെ നിന്നെ ഇങ്ങനെ ഇരുത്തിയേക്കുന്നത് നിന്നെ ബന്ധിച്ചേക്കുവാ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതിനെ അഴിച്ചുവിടാൻ പോവാ. ശരിക്കും ആമീൻ പറ. എക്സാം എഴുതിയിട്ട് പാസ്സാവുന്നില്ലല്ലോ, എന്നാ ചെയ്തിട്ട് നടക്കുന്നില്ലല്ലോ. ഇന്ന് രാവിലെ അത് നടക്കാൻ പോവാ. ഇന്ന് രാവിലെ അതിന് വ്യത്യാസം വരാൻ പോവാ. ഇന്ന് രാവിലെ അതിന് മാറ്റം വരാൻ പോവാ. എവിടെ പോയാലും ഉറച്ചു നിൽക്കാൻ പറ്റുകയില്ല. ബിസിനസ് ഉന്നമനത്തിലേക്ക് വരുന്നില്ല, വീട് രക്ഷപ്പെട്ടു വരുന്നില്ല, എന്നും കണ്ണുനീരുമേ കണ്ണുനീരാ. ഇതിന്ന് രാവിലെ മാറാൻ പോവാ. ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ 4ാമത്തെ യാമത്തിൽ അവൻ ഇറങ്ങി വരുന്നു. നിനക്ക് വേണ്ടി അതേ വെള്ളത്തിന്റെ മീതെ. എനിക്ക് നിർത്തണമെന്നുണ്ട്, പറയണമെന്നുണ്ട്, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. വെള്ളം യേശുവിനെ കണ്ടപ്പം മസിൽ പിടിച്ചു. രാമീൻ പറ. വെള്ളം യേശുവിനെ കണ്ടപ്പം മസിൽ പിടിച്ചു. വെള്ളം നിന്നെന്ന്. വെള്ളത്തിൽ ചവിട്ടിയാൽ താഴുമോ ഇല്ലയോ? താഴും. യേശു ചവിട്ടിട്ടോ അതെന്നാ ചവിട്ടവൻ അധികാരിയാ. രാമീൻ പറ. വെള്ളത്തിൽ ചവിട്ടിയാൽ താഴും. യേശു ചവിട്ടിയിട്ട് താണില്ല. നിന്റെ ക്യാൻസറെ അവൻ തൊടാൻ പോവാ. ക്യാൻസർ കൊല്ലും, പക്ഷെ അഭിഷേകം ഉണ്ടെങ്കിൽ നീ ജീവിച്ചു വരാൻ പോവാ. പ്രതികൂലം നിന്നെ കൊല്ലും, പക്ഷെ അഭിഷേകം ജീവിപ്പിക്കാൻ പോവാ. ഈ ആഴ്ച ബലത്തോടെ നിങ്ങൾ പോകണം. ഒരു യാമത്തിലും ഒരു ശക്തിയും നിന്നെ തൊടില്ല. ഒക്കെമെങ്കിൽ 4 യാമത്തിലെ പ്രാർത്ഥന എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് കിടന്നോ. 4 യാമത്തിലും 4 യാമം നിങ്ങൾ എഴുതിയിട്ടുണ്ട്, യൂട്യൂബിലേക്ക് നോക്കിയാൽ മതി. 4 യാമം നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒക്കെമെങ്കിൽ എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കുക. ഒക്കെമെങ്കിൽ ഏറ്റവും അവസാനത്തെ 2 യാമത്തിലെങ്കിലും പ്രാർത്ഥനയുടെ ശക്തി കൂട്ടുക. പിശാചിന്റെ ശക്തി കൂടുമ്പോൾ പ്രാർത്ഥിക്കുന്നവന്റെ അഭിഷേകം കൂടണം. പ്രാർത്ഥിക്കുന്നവന്റെ ആദരത്തിന്മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. അത് മുന്നോട്ട് വരട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിലെ എല്ലാ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വിസിറ്റ് ചെയ്യുക. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പോകുക. നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ലത് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ എടുത്തു വയ്ക്കുക. ഓഫറിംഗ് എടുക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി നിങ്ങൾ എഴുന്നേറ്റ്
എഴുന്നേറ്റ് നിൽക്കുക. ഓഫറിംഗ് ബോക്സുമായി നിങ്ങൾ ദയവായി എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. എല്ലാ ദൈവത്തിൻ്റെ മക്കളും ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കർത്തൃദാസന്മാർ, പ്രിയപ്പെട്ട സുരേഷ് പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് നമ്മെ പ്രാർത്ഥനയെ സഹായിക്കും. എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഓൺലൈനിലൂടെ ഓഫറിംഗ് അർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഓഫറിംഗ് തരുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ടൈറ്റ് തരുന്ന ദൈവമക്കളുണ്ട്. അവരെല്ലാം ഓർത്ത് നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും അതിനെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യേ പരിവർത്തിച്ചതിനായി സ്തോത്രം. വ്യക്തമായ ദൈവത്തിന്റെ ആലോചന ഞങ്ങളിവിടെ അറിയിച്ചതിനായി നന്ദിയോടെ വാഴ്ത്തുന്നു. അഭിഷേകത്തിന് ശക്തമായി പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിച്ചല്ലോ, അതോർത്ത് ഞങ്ങൾ നന്ദി കരേറ്റുകയാ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അർപ്പിപ്പാൻ കടങ്ങളെടുത്ത ദൈവജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വഴിപാടിന് യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്ത ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 10,000 മടങ്ങ് പ്രതിഫലം നിന്റെ മക്കൾ കൊടുത്ത് മാനിച്ച് അവരെ ആദരിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, പ്രയോജനപ്പെടുവാൻ, പിന്നെയും കരങ്ങളെയും മനസ്സിനെയും തുറന്ന് കർത്തൃനാമത്തിന് വേണ്ടി ശോഭിപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഈ സമയത്ത് കോരം പാട്ട് പാടും നിങ്ങൾക്ക് ഓഫറിംഗ് അർപ്പിക്കാം. See
കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആദ്യമായി ആരാധനയിൽ പങ്കെടുക്കുന്നവർ ആ കരം ഉയർത്തിപ്പിടിക്കുമോ? ആദ്യമായി വന്നവർ ദയവായി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആദ്യമായി ആരാധനയിൽ സംബന്ധിക്കുന്നവർ ദയവായി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കൈവശം ഒരു ബ്രോഷർ കിട്ടും, അതിനകത്തൊരു വൈറ്റ് കാർഡുണ്ട്. നിങ്ങൾ ദയവായിട്ട് ആരാധനയ്ക്ക് ശേഷം അത് പൂരിപ്പിച്ച് നൽകാൻ വേണ്ടി ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുന്നു. ദയവായിട്ട് അവരോട് ചേർന്ന് സഭ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നാം പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. എല്ലാ ദൈവമക്കളും എല്ലാ കണ്ണുകളും അടച്ച് എല്ലാവരും ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ യാമങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ എൻ്റെ മേൽ പകരണമേ എന്ന അധരം തുറന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോ. പിശാച ശക്തി പ്രാപിക്കുന്ന സമയങ്ങളിൽ അധരങ്ങളിൽ അഭിഷേകവുമായി, ദൈവത്തിൻ്റെ കൃപയുമായി, ദൈവത്തിൻ്റെ ശക്തിയുമായി, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഓർപ്പിക്കേണ്ടതിനെ യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ദൈവത്തെ ഓർപ്പിക്കാനുള്ള അഭിഷേകവും പ്രാർത്ഥനയുടെ പവറും ദൈവം നിങ്ങൾക്ക് തരേണ്ടതിന് എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരുന്നിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല നിമിഷങ്ങൾക്കും അനുഗ്രഹിക്കപ്പെട്ട ദൈവ ശുശ്രൂഷകൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ ലോർഡ്. കർത്താവേ, ഇന്ന് ആരാധനയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങ് കൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നടത്തിയ ഓരോ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ആരാധനയ്ക്കായി സ്തോത്രം. അത് ഞങ്ങളുടെ ടീമിനെ ബലപ്പെടുത്തിയതിനായി നന്ദി. അമ്മേ, വചന ശുശ്രൂഷയിലൂടെ കർത്താവേ, അമ്മേ, തന്റെ ദാസന്മാരെ വെളിപ്പെടുത്തിയ ദൈവകൃപകൾക്കായി സ്തോത്രം.